Good evening, all. So, കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേര് എന്നോട് പറഞ്ഞു കുറച്ച് ട്രാവലിംഗ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Now it's 7. Okay. സോ കുറച്ച് പേര് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. ഒരു വൺ വേ ഒരു മൻ കി ബാത്ത് വരാവരുത്. നിങ്ങളും റെസ്പോണ്ട് ചെയ്യുക ഉള്ളവരെ. ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റാർട്ടഡ് our discussion about Indian tax system. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. സോ എന്താണ് ഒരു ടാക്സ് എന്ന കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ. അതുപോലെ തന്നെ പറഞ്ഞാണ് ടാക്സ് ഹാസ് നോ ക്വിഡ് പ്രോ കോ, നോ സംതിങ് ഫോർ സംതിങ്, അല്ലേ? പകരത്തിന് പകരം ടാക്സ് പെയറിന് ടാക്സ് റിസീവറിന്റെ കയ്യിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ലഭിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വി ഹാവ് ഡിസ്കസ് ദാറ്റ് എന്തിനാണ് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഏതൊക്കെ ടയേഴ്സ് ഓഫ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, സോ ഈ പറഞ്ഞ 3 ടയേഴ്സ് ഓഫ് ഗവൺമെന്റിൽ ഏതൊക്കെ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. സോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വി ആർ ഡിസ്കസ്ഡ് സം കോൺസെപ്റ്റ് ലൈക്ക് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ICOR എന്നൊരു ടേം പഠിച്ചു. ഹാരോൾഡ് ഡാമർ മോഡൽ പഠിച്ചു. അതുപോലെ ദ കൺസെപ്റ്റ് ഓഫ് ഗ്രീൻ GDP, അതുപോലെ ലിമിറ്റേഷൻ ഓഫ് GDP ആസ് എ വെൽഫെയർ മെഷർ, അത് നമ്മൾ നോക്കി. അതുപോലെ ആക്ച്വൽ GDP ഇക്വേഷൻ, എങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ NSO റിലീസ് ചെയ്യുന്ന എസ്റ്റിമേറ്റ് ഡേറ്റ ഇരിക്കുന്നതെന്ന് പറഞ്ഞു, അല്ലേ? സോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ വെച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട് ഫ്രം ദ ലാസ്റ്റ് പോർഷൻ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് യെസ്റ്റർഡേ? ഉണ്ടോ? ഓക്കെ ആണ്. സോ എന്നോട് കുറച്ചുകൂടെ ഡൗട്ട് ചോദിച്ചിരുന്നു, ഞാൻ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ദർ ഇസ് നോ ഡൗട്ട്. അതുപോലെ ഞാൻ നോട്ട് ഷെയർ ചെയ്തിരുന്നു, നിങ്ങൾ നോക്കി കാണും. സോ നോട്ടിനകത്ത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് യു കാൻ നോട്ട് ഫോർഗെറ്റ്. നിങ്ങൾ പിന്നെ ഭാവിയിൽ അത് മറന്നു പോയിരിക്കാൻ വേണ്ടി ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞതൊക്കെ ഞാൻ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ റീഡ് ദാറ്റ് ഓൾസോ. ഓക്കെ. ആൻഡ് ഈ എക്സ്പ്ലനേഷനിൽ എടുത്തത് NCERT, അതുപോലെ വിവേക് സിംഗ്, രമേഷ് സിംഗ്, ഇതിൽ നിന്നൊക്കെ എടുത്തേക്കുന്നത്. സോ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് നോട്ട് ഓൾസോ. ആ നോട്ട് കൂടെ ഒന്ന് വായിച്ചു നോക്കുക. സോ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഞാൻ നോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട് എന്ത് ചെയ്യാം, ഇന്ന് തന്നെ മാക്സിമം ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അതൊന്ന് വായിച്ചു തീർക്കുക. ആൻഡ് അഭ്യാസ് ടു എഴുതാനുള്ളവര്, കുറച്ചുപേർ എഴുതുന്നു പറഞ്ഞു, എഴുതാനുള്ളവര് എന്ത് ചെയ്യുക, അത് ഈ വീക്കോടുകൂടി കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ വിൽ ബി ഹാവിംഗ് എ ഡിസ്കഷൻ, അഭ്യാസ് ടു ഡിസ്കഷൻ കാണും. അതുപോലെ നെക്സ്റ്റ് വീക്കിൽ വിൽ ബി ഹാവിംഗ് എ ടെസ്റ്റ് ഓഫ് ഇതുവരെ പഠിച്ച പോർഷൻസിന്റെ ടെസ്റ്റ് കാണും, ഇൻക്ലൂഡിംഗ് ടാക്സ് ഉൾപ്പെടെ. നമ്മൾ എന്താ തീരുന്നത് അത്രയും പോർഷൻസിന്റെ ടെസ്റ്റ് നെക്സ്റ്റ് വീക്കിൽ കാണും. മോസ്റ്റ് പ്രോബബ്ലി വെനസ്ഡേ ആയിരിക്കും. വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ആ ടെസ്റ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യും. ആൻഡ് യു ക്യാൻ അറ്റൻഡ് ദ ടെസ്റ്റ്. ഓക്കെ. സോ അതുപോലെ ഞാൻ മെന്റർഷിപ്പ് നൽകാനുള്ളവർക്ക് കമ്മിങ് ഡേയ്സിൽ മെന്റർഷിപ്പ് കാണും. നെക്സ്റ്റ് ഡേ ഉണ്ട്, സൺഡേ ഉണ്ട്, മൺഡേ ഉണ്ട്. ആൻഡ് ഐ വിൽ ബി പ്രൊവൈഡിംഗ് മെന്റർഷിപ്പ് ഓൺ ദോസ് ഡേറ്റ്സ്. സൺഡേയിലും മൺഡേയിലും ഉണ്ടാവും. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞവർക്ക് ഞാൻ ഡേറ്റ് പിന്നെ റീസെർച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് ആ ഡേറ്റ് തന്നെ നിൽക്കാനായിട്ട് നോക്കുക. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഐ ഹാവ് അപ്ലോഡഡ് സം നോട്ട്സ്. നമ്മുടെ ഗ്രൂപ്പില് കേരള ചരിത്രത്തിന്റെയും അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും മിഡീവൽ ഇന്ത്യയുടെയും അതുപോലെ NCERT തമിഴ്നാട് NCERT അല്ല, തമിഴ്നാട് SCERTയുടെയും ടെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂറിംഗ് മെന്റർഷിപ്പിൽ, ഞാൻ പറഞ്ഞിരുന്നു കുറച്ചുപേരോട്, ഐ വിൽ അപ്ലോഡ് ദോസ് നോട്ട്സ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നോട്ട് ഒരു അഡീഷണൽ റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെന്റർഷിപ്പ് ആൻഡ് അവർ അപ്കമിംഗ് പ്രോഗ്രാംസ്. നമ്മൾ ഇന്ന് ടാക്സിന്റെ റിമൈനിങ് കൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ഈസ് on which all items or on which all areas tax is levied. സോ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റും നികുതി കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ടാക്സ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോക്കസ് ഏരിയാസ്. ഫോർ എക്സാമ്പിൾ, ടാക്സ് ഓൺ ഇൻകം. ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇൻകത്തിന്റെ റെഫറൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് പേഴ്സണൽ ഇൻകം ടാക്സ്. നമ്മൾ കാണുന്ന വ്യക്തിഗത ആദായ നികുതി നമ്മളെല്ലാം കൊടുക്കുന്നതാണ്. സോ എവറി ഇയർ വി ആർ സപ്പോസ് ടു പേ ടാക്സ് ടു ദ ഗവൺമെന്റ്.
സർക്കാർ പറയുന്ന ത്രഷോൾഡ് ലിമിറ്റിന് മേലെയാണ് നമ്മുടെ വരുമാനമെങ്കിൽ കൃത്യമായ ടാക്സ് നമ്മൾ പേ ചെയ്യണം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, കമ്പനികളുടെ ആദായ നികുതി. സോ ഞാൻ നാഷണൽ ഇൻകം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കമ്പനി അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ നിശ്ചിത ശതമാനം, ഒരു കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ നിശ്ചിത ശതമാനം എല്ലാ കമ്പനിയും എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യണം. സോ എവറി കമ്പനി നീഡ് ടു പേ എ സർട്ടൻ പോർഷൻ ഓഫ് ദിയർ നെറ്റ് പ്രോഫിറ്റ് ആസ് ടാക്സ് ടു ദ ഗവൺമെന്റ്. അതിന് പറയുന്നതാണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്. കമ്പനികളുടെ ആദായ നികുതി എന്ന് പറയും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ഈ രണ്ട് ഇൻകവും അല്ലെങ്കിൽ ഈ രണ്ട് ടാക്സും ലഭ്യ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വ്യക്തികളായാലും കമ്പനികളായാലും ഏൺ ചെയ്യുന്ന ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ടാക്സ് ഓൺ കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ്. സോ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മ കാണുമല്ലോ. ഞാൻ കടയിൽ പോയി പാളേജ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ആൻഡ് ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോ ഐ വാസ് ഫോഴ്സ്ഡ് ടു പേ സം ടാക്സ് ബേസ്ഡ് ഓൺ ദ പ്രൈസ് ഓഫ് ദ ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റിന്റെ വിലയ്ക്ക് മേലെ അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റിന്റെ വിലയ്ക്കൊപ്പം ഒരു നികുതി ഞാൻ കൊടുക്കാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടു. ആൻഡ് യു ക്യാൻ സീ ദിസ് ടാക്സ് ഇസ് ലെവീഡ് ഓൺ ദ കമ്മോഡിറ്റീസ് പ്രൈസ് ആണ്. ഉൽപ്പന്നത്തിന്റെ വിലയ്ക്ക് മേലെയാണ് ടാക്സ് വന്നേക്കുന്നത്. സോ വി ക്യാൻ സീ ടാക്സ് ചെയ്യാനുള്ള മറ്റൊരു റെഫറൻസ് ആണ് എന്ത്? വെൻ എ പേഴ്സൺ ഇസ് പർച്ചേസിങ് commodities or when a person is consuming services. So നമ്മൾ കാണുന്ന GST, ചരക്ക് സേവന നികുതി. ആൻഡ് ഈ പറഞ്ഞ GST is levied on goods and commodities. നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് GST ഉണ്ട്. അതുപോലെ തന്നെ if you are consuming a service, ഇപ്പൊ റീസെന്റ് നിങ്ങൾക്ക് കേട്ട് കാണും, റെയിൽവേ ടിക്കറ്റില് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന വെച്ചു. വൺസ് യു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ആ യാത്ര വേണ്ട. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ആൻഡ് വെൻ യു ക്യാൻസൽ ദ ടിക്കറ്റ്, ഇതെന്താണ്? ഒരു സർവീസ് ആണ്. ക്യാൻസലേഷൻ എന്ന് വെച്ചാൽ ഒരു സർവീസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് റെയിൽവേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിന് മേലെ എന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് ടാക്സ് GST കിടക്കുന്നുണ്ട്. സോ വെൻ എ സർവീസ് ഇസ് ഓഫേർഡ്, എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഹെൽത്ത് ആയിരിക്കാം, അവിടെയൊക്കെ എന്ത് ചെയ്യാം? ടാക്സ് ഇമ്പോസ് ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി. നമ്മൾ പറഞ്ഞു, ഒരു ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുമ്പോഴും ഇറക്കുമതി ചെയ്യുമ്പോഴും എന്തുണ്ട്? നികുതിയുണ്ട്. ആൻഡ് ഈ നികുതി ചുമത്തുന്നത് ഉൽപ്പന്നത്തിന്റെ വില അടിസ്ഥാനത്തിലാണ്, ഉൽപ്പന്നങ്ങളുടെ മേലെയാണ്. സോ കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ എക്സൈസ് ഡ്യൂട്ടി, പെട്രോളിന് മേലെയും അതുപോലെ നമ്മൾ കാണുന്ന ആൽക്കഹോളിന് മേലെയൊക്കെ എന്തുണ്ട്? നികുതിയുണ്ട്. ആൻഡ് ഈ ടാക്സ് ചുമത്തുന്നത് കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തി കൺസ്യൂം ചെയ്യുന്ന കമ്മോഡിറ്റി അല്ലെങ്കിൽ സർവീസിന് മേലെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് നെക്സ്റ്റ് റെഫറൻസ് ആണ് ടാക്സ് ഓൺ പ്രോപ്പർട്ടി ആൻഡ് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ്. സോ നമ്മൾ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നു, ഒരു വെൽത്ത് ഓൺ ചെയ്യുന്നു. ആ വെൽത്ത് അതിന് മേലെ എന്ത് ചെയ്യുന്നു? ടാക്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ടാക്സ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, വെൽത്ത് ടാക്സ് ഇപ്പോഴുള്ള നികുതിയല്ല, പണ്ടുണ്ടായിരുന്ന നികുതിയാണ്. 2015 ഈ ടാക്സ് അബോളിഷ് ചെയ്തു. 2015 ഈ നികുതി ഗവൺമെന്റ് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. ആൻഡ് വെൽത്ത് ടാക്സ് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ, ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 30 ലക്ഷം മേലെ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് മേലെ 1% ടാക്സ് ഗവൺമെന്റ് ചുമത്തിയിരുന്നു. ഇതായിരുന്നു വെൽത്ത് ടാക്സ്. ദർ ഈസ് എസ്റ്റേറ്റ് ഡ്യൂട്ടി. ഇത് ഇപ്പൊ ഇല്ല. ഇത് 1985 അബോളിഷ് ചെയ്ത ടാക്സ് ആണ്. 1985 അബോളിഷ് ചെയ്ത ടാക്സ് ആണ് എസ്റ്റേറ്റ് ഡ്യൂട്ടി. സോ എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഹെയർഷിപ്പ്. എന്താണ് ലോ ഓഫ് ഹെയർഷിപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയുന്ന പാരമ്പര്യ സ്വത്തവകാശ നിയമം. സോ പാരമ്പര്യ സ്വത്തവകാശം വഴി എന്റെ അപ്പൂപ്പൻ മരിക്കുമ്പോൾ എന്റെ അപ്പൂപ്പൻ ഓൺ ചെയ്യുന്ന സ്വത്ത് എന്ത് ചെയ്യും? എന്റെ അച്ഛനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്നേക്ക് വരണം. സോ നോക്കുവാണെങ്കിൽ എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വെൻ ആൻ എസ്റ്റേറ്റ് ഈസ് ഓൺ ബൈ എ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി ഒരു എസ്റ്റേറ്റ് ഓൺ ചെയ്യുകയാണ്. ആൻഡ് ഈ വ്യക്തി മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ എസ്റ്റേറ്റിന്റെ അധികാരം, എസ്റ്റേറ്റിന്റെ അവകാശം അയാളുടെ തൊട്ട് അനന്തരാവകാശിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു എസ്റ്റേറ്റ് ഒരാൾ മരിച്ച ശേഷം അയാളുടെ അനന്തരാവകാശിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ലെവി ചെയ്ത ടാക്സ് ആയിരുന്നു എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. സോ എന്റെ അപ്പൂപ്പൻ മരിച്ച് എന്റെ അച്ഛനിലേക്ക് ഈ എസ്റ്റേറ്റിന് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്റെ അച്ഛൻ എന്ത് ചെയ്യണം? എസ്റ്റേറ്റ് ഡ്യൂട്ടി പേ ചെയ്യണമായിരുന്നു. ഇപ്പൊ ഈ ടാക്സ് അബോളിഷ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാവുന്നതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. അറിയായിരിക്കുമല്ലോ സ്റ്റാമ്പ് ഡ്യൂട്ടി. നമ്മളൊരു വസ്തു വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്?
ഈ പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്യുന്നുണ്ട്. സോ അതെന്താണത്? പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആണ്. സോ ഒരു വ്യക്തി ഓൺ ചെയ്യുന്ന വെൽത്തോ പ്രോപ്പർട്ടിക്ക് മേലെയോ, അതുപോലെ ഒരു വ്യക്തി പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ എന്ത് ചെയ്യാം? ഗവൺമെന്റിന് ടാക്സ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ടാക്സ് ആണ് STT എന്ന് പറയും, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഇപ്പൊ ഞാന് ഷെയർ മാർക്കറ്റ് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ പറയുന്ന ഓഹരി സൂചിക, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓഹരി വിപണി, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓഹരി വിപണി. സോ ഈ ഓഹരി വിപണിയിൽ എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ പർച്ചേസ് ഷെയർസ് ഓഫ് വേരിയസ് കമ്പനീസ്. പല കമ്പനികളുടെയും ഷെയർസ് എനിക്ക് പർച്ചേസ് ചെയ്യാം. സോ ഈ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വാങ്ങുമ്പോൾ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് എനിക്ക് കിട്ടുന്നു. അത് മാത്രമല്ല, ഇതൊരു അസറ്റ് ആണ്, ഒരു ആസ്തിയാണ്. ഞാൻ ഓൺ ചെയ്യുന്ന ഒരു ആസ്തിയാണ് എന്ത്? ഒരു കമ്പനിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ. ഈ ഷെയർ ഞാൻ വിൽക്കുമ്പോൾ, അതേപോലെ തന്നെ ഈ ഷെയർ വാങ്ങുമ്പോഴും എന്ത് ചെയ്യണം? ഐ ഹാവ് ടു പേ ടാക്സ്. അതാണ് STT എന്ന് പറഞ്ഞാൽ, ഓർ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. സോ ഷെയർ മാർക്കറ്റിൽ ഷെയർ വാങ്ങുമ്പോഴും ഷെയർ വിൽക്കുമ്പോഴും നമ്മുടെ ഗവൺമെന്റ് ചുമത്തുന്ന ടാക്സ് ആണ് STT, or securities transaction tax. So these are the areas in which tax can be levied. ഇൻകത്തിന് മേലെ commodities purchase ചെയ്യുമ്പോൾ, പ്രോപ്പർട്ടീസ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഗവൺമെന്റിന് ടാക്സ് ഇമ്പോസ് ചെയ്യാം. ആൻഡ് now we can see types of taxation. So ഒരു വ്യക്തിയുടെ ഇൻകത്തിന് അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഗവൺമെന്റിന് ടാക്സ് ചെയ്യാം എന്ന് പറയുന്നതാണ് ടൈപ്സ് ഓഫ് ടാക്സേഷൻ. സോ ടൈപ്സ് ഓഫ് ടാക്സേഷൻ എന്താ പറയുന്നത്? ബേസ്ഡ് ഓൺ ദ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, വിച്ച് ആർ ദ ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് എ പേഴ്സൺ ക്യാൻ ബി ടാക്സ്ഡ്. ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിൽ അയാളെ ടാക്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആൻഡ് ദർ ആർ 3 ടൈപ്സ് ഓഫ് ടാക്സേഷൻ. 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രോഗ്രസീവ് ടാക്സേഷൻ, മറ്റൊന്ന് റിഗ്രസീവ് ടാക്സേഷൻ, and the third one is proportional taxation. So progressive, something is increasing. നമ്മൾ പറയാറുണ്ടല്ലോ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ആയാലും പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ കാണാറുണ്ട്. സോ എന്താ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ? എത്ര ഉയർച്ചയുണ്ട്, എത്രമാത്രം വളർച്ചയുണ്ടെന്നല്ലേ. സോ എന്തോ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് അത് ഇന്റന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുമ്പോൾ, ഉദാഹരണം, വ്യക്തികളുടെ ഇൻകം കൂടുന്നതനുസരിച്ച് ഗവൺമെന്റ് ടാക്സ് റേറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്? പ്രോഗ്രസീവ് ടാക്സേഷൻ. സോ ഹിയർ യു ക്യാൻ സീ ദ എക്സാമ്പിൾ. എന്താ പറഞ്ഞേ? ആളുകളുടെ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഗവൺമെന്റ് അയാളുടെ മേലെയുള്ള ടാക്സ് റേറ്റ്, അയാൾ കൊടുക്കേണ്ട നികുതി ശതമാനം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. ആൻഡ് ഹിയർ യു ക്യാൻ സീ ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് ആണ് പറയുന്നത്. സോ ഒരാളുടെ ഇൻകം 100 രൂപ, വേറൊരാളുടെ ഇൻകം 1000 രൂപ, വേറൊരാളുടെ ഇൻകം 10,000 രൂപ എന്ന് വെച്ചു. സോ ദീസ് ആർ ദ ഇൻക്രീസിങ് ട്രെൻഡ് ഓഫ് ഇൻകം. ഒരാളുടെ ഇൻകം 100, 1000, 10,000 എന്നിങ്ങനെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയാണ്. ആൻഡ് 100 രൂപ ഇൻകം ഉള്ള വ്യക്തിക്ക് മേലെ ഗവൺമെന്റ് എന്ത് ചെയ്യും? സപ്പോസ് 5% ടാക്സ് ഈടാക്കുന്നു. 1000 രൂപ ഇൻകം ഉള്ള വ്യക്തിക്ക് മേലെ ഗവൺമെന്റ് സപ്പോസ് 10% ടാക്സ് ഈടാക്കും. 10,000 രൂപ ഇൻകം ഉള്ള വ്യക്തിക്ക് മേലെ ഗവൺമെന്റ് 20% ടാക്സ് ഈടാക്കുന്നു. നോക്കേണ്ടത്, ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. വെൻ ഇൻകം ഇൻക്രീസസ്, ടാക്സ് എമൗണ്ട് എന്നല്ല ഞാൻ പറഞ്ഞേ, നികുതി തുകയല്ല പറഞ്ഞേ, മറിച്ച് എന്താ പറഞ്ഞേ? നികുതി ശതമാനം. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ടാക്സ്? എത്ര ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് കൂടുന്നു? സോ 5%, 10%, 20% എന്ന് പറയുമ്പോൾ എന്താ? അയാളുടെ ഇൻകത്തിന്റെ 5%, ഇയാളുടെ ഇൻകത്തിന്റെ 10%, ഇയാളുടെ ഇൻകത്തിന്റെ 20%. സോ വെൻ ഇൻകം ഇൻക്രീസസ്, ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. അതാണെന്ത്? പ്രോഗ്രസീവ് ടാക്സേഷൻ. സോ ഇന്ത്യയിലെ ഇൻകം ടാക്സിനെ, ഇന്ത്യയില് നമ്മുടെ ഗവൺമെന്റ് ഈടാക്കുന്ന ഇൻകം ടാക്സിനെ പൊതുവെ നമുക്ക് പ്രോഗ്രസീവ് ടാക്സേഷൻ വിളിക്കാം. സോ ഇൻ ജനറൽ ഓർ ഇൻ കോമൺ ടേംസ്
വി ക്യാൻ സി ഇന്ത്യയിലെ ഇൻകം ടാക്സ് എന്താണ്? പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. കാരണം ഇൻകം കൂടുന്നതനുസരിച്ച് അയാൾ കൊടുക്കേണ്ട നികുതിയിൽ എന്തുണ്ട്? വർധന ഉണ്ടാവുന്നുണ്ട്. നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് ഇന്ത്യയിൽ ലെവി ചെയ്യുന്നത് സ്ലാബ് റേറ്റ് ബേസിസിലാണ്. സ്ലാബ് റേറ്റ് ബേസിസിലാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ലെവി ചെയ്യുന്നത്. നോക്കുവാണെങ്കിൽ ഒരാളുടെ ഇൻകം, സപ്പോസ് എന്റെ ഇൻകം 10 lakh ആണെന്ന് വിചാരിക്കും, എന്റെ ഇൻകം 10 ലക്ഷം എന്ന് വിചാരിക്കുക. സോ ഞാൻ നികുതി കൊടുക്കേണ്ട വരുമാനം 10 ലക്ഷമാണെങ്കിൽ ഈ 10 ലക്ഷത്തിനെ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഈ 10 lakhനെ സ്പ്ലിറ്റ് ചെയ്യും. ഇറ്റ് വിൽ ബി സ്പ്ലിറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി അസൈൻ ടു ഡിഫറെന്റ് സ്ലാബുകളിലേക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ 10 ലക്ഷത്തിനെ സ്പ്ലിറ്റ് ചെയ്യും. ആ നിലവിലെ സ്ലാബ് പറയുകയാണെങ്കിൽ 0 to 2.5 lakh നമ്മുടെ ഇൻകത്തിന്റെ 0 മുതൽ 2 ലക്ഷം വരെയുള്ള എമൗണ്ടിന് എന്ത് ചെയ്യേണ്ട? നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട. 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള എമൗണ്ടിന് മേലെ ഐ ഹാവ് ടു പേ 5% ടാക്സ്. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള എമൗണ്ടിന് മേലെ ഐ ഹാവ് ടു പേ 20% ടാക്സ്. 10 ലക്ഷത്തിന് മേലെ ഐ ഹാവ് ടു പേ 30% ടാക്സ്. ഇതാണ് പഴയ സ്ലാബ്. ഇപ്പൊ 2 സ്ലാബ് ഉണ്ട്. സോ ഇൻകം ടാക്സിൽ ഇപ്പോ 2 സ്ലാബ് ഉണ്ട്. പുതിയ ബഡ്ജറ്റിൽ ഗവൺമെന്റ് പുതിയ സ്ലാബ് അനൗൺസ് ചെയ്തിരുന്നു. April 1 മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഈ സ്ലാബ്, ഞാൻ ഈ പറഞ്ഞ സ്ലാബ്, അല്ലെങ്കിൽ പഴയ സ്ലാബ് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. സോ ഇവിടെ നോക്കാം നിങ്ങൾക്ക് നമ്മുടെ ഈ പറഞ്ഞ വരുമാനത്തിനെ ഈ സ്ലാബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ സി ഇൻകം കൂടുന്നതനുസരിച്ച്, കൂടുതൽ ഇൻകം വരുന്നതനുസരിച്ച് എന്ത് വരുന്നുണ്ട്? നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ മാറ്റം വരുന്നുണ്ട്. സോ വ്യക്തികളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അയാൾ കൊടുക്കേണ്ട നികുതിയിൽ നിന്നുണ്ട് മാറ്റം ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് പറയാം ഇന്ത്യയിലെ ഇൻകം ടാക്സ് പൊതുവിൽ പറയുമ്പോൾ എന്താണ്? ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. കാരണം വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് അയാളുടെ മേലെയുള്ള നികുതി എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 10 ലക്ഷം വരുമാനമുള്ള എന്റെ ഇൻകത്തിന് എന്ത് ചെയ്യുന്നു? ഈ സ്ലാബിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ 10 ലക്ഷമാണ് വരുമാനം. സോ അതില് 0 മുതൽ 2 വരെയുള്ള എമൗണ്ടിന് എന്ത് ചെയ്യണ്ട? ഞാൻ ടാക്സ് പേ ചെയ്യണ്ട. എന്റെ 10 ലക്ഷത്തില് 2.5 മുതൽ 5 വരെ ഇൻകത്തിന് മേലെ ഐ ഹാവ് ടു പേ 5% ടാക്സ്. എന്റെ വരുമാനത്തില് 5 മുതൽ 10 ലക്ഷം വരെയുള്ള എമൗണ്ടിന് മേലെ ഐ ഹാവ് ടു പേ 20% ടാക്സ്. വിച്ച് മീൻസ് ഇനീഷ്യൽ 2.5 lakhന് മേലെ എന്ത് ചെയ്യേണ്ട? ഞാൻ ടാക്സ് പേ ചെയ്യേണ്ട. കാരണം 0% ആണ് ടാക്സ്. അത് കഴിഞ്ഞ് വരുന്ന 2 ലക്ഷത്തിന് ഐ ഹാവ് ടു പേ 5% ടാക്സ്. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന 5 ലക്ഷത്തിന് ഐ ഹാവ് ടു പേ 20% ടാക്സ്. സോ നോക്കുവാണെങ്കിൽ ഓവറോൾ എടുക്കുമ്പോൾ വെൻ വി ആർ സീയിങ് ദ ഓവറോൾ പെർസെന്റേജ്, നമ്മുടെ ഇൻകവും നമ്മൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ടും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. വ്യക്തികളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അയാൾ കൊടുക്കുന്ന നികുതി എന്ത് ചെയ്യുന്നുണ്ട്? നികുതി ശതമാനം വർദ്ധിക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ഇന്ത്യൻ ടാക്സ് എന്താണ്? പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. നമ്മൾ പിന്നീട് പഠിക്കും. പിന്നീട് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ്, പഴയ സ്ലാബും പുതിയ സ്ലാബും ഡിസ്കസ് ചെയ്യും. സോ വെൻ വി ഡിസ്കസ് ഡയറക്ട് ടാക്സ്, ആ സമയത്ത് നമ്മൾ ഇൻകം ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് പ്രോഗ്രസീവ് ടാക്സേഷൻ. അടുത്തൊരു ടാക്സ് ആണ് റിഗ്രസീവ് ടാക്സേഷൻ. എന്താണ്? റിഗ്രസീവ് ടാക്സേഷൻ. സോ റിഗ്രസീവ് പേര് പോലെ തന്നെ നമുക്കറിയാം പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് വർദ്ധിക്കുന്നതായിട്ടാണ് പറയുന്നത്. റിഗ്രസീവ് നോക്കുവാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് വെൻ ഇൻകം ഇൻക്രീസസ്, വ്യക്തികളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ അയാൾ കൊടുക്കേണ്ട നികുതി ശതമാനം എന്ത് ചെയ്യുന്നു? കൂടുമായിരിക്കോ കുറയുമായിരിക്കോ? റിഗ്രസീവ് കുറയുമായിരിക്കും. സോ പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇൻകം കൂടുന്നു, ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് വർദ്ധിക്കുന്നു. എന്നാൽ റിഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇൻകം കൂടുന്നു, അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? അയാൾ കൊടുക്കേണ്ട നികുതി ശതമാനം കുറയുന്നു. സപ്പോസ് 10 രൂപ ഒരാളുടെ വരുമാനം, വേറൊരാളുടെ വരുമാനം 100 രൂപ, വേറൊരാളുടേത് 1000 രൂപ, വേറൊരാളുടേത് 10,000 രൂപ. ഹിയർ യു ക്യാൻ സീ എന്റെ വരുമാനം 10 രൂപയാണെങ്കിൽ സപ്പോസ് ഐ ഹാവ് ടു പേ 20% ടാക്സ്, ടാക്സ് കൊടുക്കണം. എന്റെ ഇൻകം 100 രൂപയാണെങ്കിൽ ഐ ഹാവ് ടു പേ 15% ടാക്സ്. എന്റെ ഇൻകം 1000 രൂപയാണെങ്കിൽ ഐ ഹാവ് ടു പേ
10% ടാക്സ്. എന്റെ ഇൻകം 10,000 ആണെങ്കിൽ ഐ ഹാവ് ടു പേ 5% ടാക്സ്. സോ കർവ് എങ്ങനെ വരും? താഴോട്ട് വരും. സോ 20, 15, 10, 5 എന്നിങ്ങനെ നികുതി ശതമാനം എന്ത് ചെയ്യും? താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഇവിടെ നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നേ? വ്യക്തികളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ അയാൾ കൊടുക്കേണ്ട നികുതി ശതമാനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇതാണെന്ത്? റിഗ്രസീവ് ടാക്സ്. സോ ഒരു ചോദ്യം, റിഗ്രസീവ് ടാക്സിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാം? കൂടാം. നോക്കുകയാണെങ്കിൽ 10 രൂപയുടെ 20% എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ്? 2 രൂപ മാത്രമാണ്. ടാക്സ് എമൗണ്ട് എത്രയാണ്? 2 രൂപയാണ്. 100 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ ടാക്സ് എമൗണ്ട് എത്രയാണ്? 15 രൂപയാണ്. 1000 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ എത്ര എമൗണ്ട്? 100 രൂപയാണ്. 10,000 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 500 രൂപ വരും. സോ ഇവിടെ നോക്കുമ്പോൾ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാം? വർദ്ധിക്കാം. വി ആർ നോട്ട് കൺസിഡറിങ് ടാക്സ് എമൗണ്ട്, ബട്ട് വി ആർ ലുക്കിംഗ് ഇൻ ടു ഹൗ മച്ച് പോർഷൻ ഓഫ് ഇൻകം ഇയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നു. ഇയാളുടെ വരുമാനത്തിന്റെ എത്ര ശതമാനം ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നു, അതാണ് നമ്മുടെ കൺസേൺ. സോ 10 രൂപയുടെ 20%, 100 രൂപയുടെ 15%, 1000 രൂപയുടെ 10%, 10,000 രൂപയുടെ 5%. സോ ഇത്ര രൂപയുടെ എത്ര ശതമാനം കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഒരു ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ ഡു വി ഹാവ് റിഗ്രസീവ് ടാക്സേഷൻ? നമുക്ക് റിഗ്രസീവ് ടാക്സേഷൻ ഉണ്ടോ? അതോ ഉണ്ടായിരുന്നോ? ഡു വി ഹാവ് ഓർ ഹാഡ്? ഉണ്ടോ? ഉണ്ടായിരുന്നോ റിഗ്രസീവ് ടാക്സേഷൻ? എന്ത് പറയുന്നു? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഉണ്ടോ? ഉണ്ടായിരുന്നോ? നമുക്ക് കമന്റ് ചെയ്യാം. നോ ഐഡിയ. പ്രൊഫഷണൽ ടാക്സ് അല്ലല്ലോ സാർ. കാരണം പ്രൊഫഷണൽ ടാക്സിന് കുഴപ്പം അത് കൂടുന്നുണ്ട്. കാരണം ആദ്യമാണെങ്കിൽ പോലും ഇപ്പം എന്റെ ഇൻകം തീരെ കുറവാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട എമൗണ്ട് എന്താ? കുറവാണ്. മാക്സിമം ആണ് പറയുന്നത് 2,500 രൂപ. മാക്സിമം 2,500 പ്രൊഫഷണൽ ടാക്സിൽ. പക്ഷെ എന്താ, എന്റെ ഇൻകം 15,000 താഴെയാണെങ്കിൽ അല്ലെങ്കിൽ 15,000 ഒക്കെ ആണെങ്കിൽ എന്താ, ഈ പറഞ്ഞ ടാക്സ് എമൗണ്ട് കുറയുന്നുണ്ട്. കാരണം 1,250 ഉള്ളവരുണ്ട്, അതിനേക്കാൾ ആ റേഞ്ച് വരുന്നുണ്ട്. പ്രൊഫഷണൽ ടാക്സ് നോക്കുവാണെങ്കിൽ അത് പ്രോഗ്രസീവ് ആണ്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ അതിന്റെ റേഞ്ച് കുറവാണ്. കാരണം എന്റെ ഒരു ഇൻകം സപ്പോസ് എന്റെ വാർഷിക വരുമാനം 2 ലക്ഷമാണെന്ന് വെച്ചോ. 2 ലക്ഷമാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഇൻകം ടാക്സ് 2,500 ആയിരിക്കും. അല്ലെങ്കിൽ എന്റെ വാർഷിക വരുമാനം 10 ലക്ഷം എന്ന് വെച്ചോ, അപ്പോൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് എന്താ? 2,500 ആയിരിക്കും. പക്ഷെ എന്നെക്കാൾ കുറവുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ വാർഷിക വരുമാനം 1 ലക്ഷം താഴെയൊക്കെ ആണെങ്കിൽ എന്താ, അവർ കൊടുക്കേണ്ട റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. പെർ ഇയർ കൊടുക്കുന്ന ടാക്സ്. ഓക്കെ സാർ, മനസ്സിലായോ? പ്രൊഫഷണൽ ടാക്സ് ആയാലും കാരണം എല്ലാവരും തുല്യമല്ല കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് 50,000 ഒക്കെ എല്ലാവർക്കും ഇൻകം ഉണ്ടെന്ന് വെച്ചോ, അവർ കൊടുക്കുന്ന എല്ലാം ഒരേ ടാക്സ് ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ താഴെ 15,000 ഒക്കെ ആണെങ്കിൽ അത്ര ടാക്സ് വരത്തില്ല അവർക്ക്. എനിക്ക് 1,250 മറ്റമാണ് ലോവസ്റ്റ് എമൗണ്ട് വരുന്നത്. സോ ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ്? ഞാൻ അതിലേക്ക് വരിക. പീരീഡ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള പീരീഡ് ആണോ സാർ, അതോ ഈ പറയുന്ന ടാക്സ് അതിന് മുന്നേ ഉള്ള പീരീഡ് പറയാം സാർ. ഹാഡനല്ലേ ചോദിച്ചേ, ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഇൻഡിപെൻഡൻസിന് മുന്നേ ഉണ്ടായിരുന്നോ? അപ്പോ ഇൻഡിപെൻഡൻസിന് മുന്നേ നമുക്ക് ഇൻകം തീരെ കുറവായിരുന്നല്ലോ, പക്ഷെ ടാക്സ് റേറ്റ് വളരെ ഹൈ ആയിരുന്നു. ബ്രിട്ടീഷ് പീരീഡിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. നോക്കുവാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ, സാറ് പറഞ്ഞ പോലെ തന്നെ ബിഫോർ ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സമയത്ത് അല്ലെ ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹാസ് ഇമ്പോസ് വേരിയസ് ടാക്സസ്. നമ്മൾ കേട്ട് കാണും. സെമീന്ദാരി സിസ്റ്റം കേട്ടില്ലേ? സെമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ്, ദെൻ റയറ്റ്ബാരി സിസ്റ്റം, ദെൻ മഹൽവാരി സിസ്റ്റം കേട്ടുണ്ടായിരിക്കുമല്ലോ. സെമീന്ദാരി, റയറ്റ്ബാരി, മഹൽവാരി, ഡിഫറെന്റ് ടാക്സ് ലോസ് കേട്ട് കാണും. സെമീന്ദാരി കൊണ്ടുവന്ന ആരാണ്? പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്ന ആരാണ്?
Who was the Governor General who introduced zamindari or permanent settlement? ആരായിരുന്നു? ലോർഡ് കോൺവാലിസ്. വെരി ഗുഡ്. ലോർഡ് കോൺവാലിസ് ആണ്. ലോർഡ് കോൺവാലിസ് ആണ് എന്ത് നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. റായത്ബാരിയോ? റായത്ബാരി കൊണ്ടുവന്ന ആരാ? റായത്ബാരി മദ്രാസ് റീജിയന് വരുന്നതാണ് റായത്ബാരി സിസ്റ്റം. ഫാമേഴ്സിനെ നേരിട്ട് കളക്ട് ചെയ്യുക. പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ സമീന്ദാർ കളക്ട് ചെയ്യും, എന്നിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. പെർമനന്റ് സെറ്റിൽമെന്റിനകത്ത് റായത്ബാരിക്കകത്ത് ഫാമർ നേരിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് ചെയ്യണം. റയറ്റ് മീൻസ് ഫാമർ ആണ് റയറ്റ്. സോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് മൺറോ. വെരി ഗുഡ്. തോമസ് മൺറോ ആണ് അത് കൊണ്ടുവരുന്നത്. ദെൻ മഹൽബാരി കൊണ്ടുവരുന്ന ആരാ? മഹൽബാരി. ആൻഡ് മഹൽബാരി വരുന്നത് സെമീന്ദാരി നോക്കുമ്പോൾ നമ്മുടെ നോർത്തേൺ പോർഷൻ അല്ലെങ്കിൽ ബംഗാൾ റീജിയൻ വരുന്നതാണ്. വെസ്റ്റേൺ സോറി ഈസ്റ്റേൺ പോർഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ബംഗാൾ റീജിയൻ വരുന്നതാണ് ഈ പറഞ്ഞ സെമീന്ദാരിയൊക്കെ. ഈ പറഞ്ഞ മഹൽബാരി പറയുമ്പോൾ ഈസ്റ്റേൺ റീജിയൻ ഉണ്ട്, അതുപോലെ UP റീജിയനിലൊക്കെ വരുന്നുണ്ട് ഈ പറഞ്ഞ മഹൽബാരി. മഹൽബാരി കൊണ്ടുവന്ന ആരാണ്? ഹോൾട്ട് മക്കൻസി. ഹോൾട്ട് മക്കൻസി ആണ് കൊണ്ടുവരുന്നത്. ഹോൾട്ട് മക്കൻസി. ആൻഡ് യു ക്യാൻ സി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്ത ഈ എല്ലാ ടാക്സുകളും, റായത്ബാരി ആയാലും മഹൽബാരി ആയാലും സെമീന്ദാരി ആയാലും, ഈ എല്ലാ ടാക്സുകളും യു ക്യാൻ സി ഇറ്റ് ഹാസ് ഇമ്പാക്റ്റഡ് ദ പൂറർ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. പ്രത്യേകിച്ച് ഫാമേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്രിട്ടീഷ് റൂൾ സമയത്ത് അല്ലെങ്കിൽ കൊളോണിയൽ ഗവൺമെന്റ് സമയത്ത് ഇന്ത്യയിൽ ദർ ആർ ഇംഗ്ലീഷ് ഓഫീസേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് ഓഫീസേഴ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ സെമീന്ദാർസ് ഉണ്ട്. സോ ദർ ആർ സം റിച്ച് ക്ലാസ് ഓഫ് പീപ്പിൾ ഉണ്ട് ഇന്ത്യയിൽ. പക്ഷെ ഇവരുടെ മേലുള്ള നികുതി എന്താ? ഒന്നുകിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ തുച്ഛമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വൈറ്റ് ക്ലാസ് ഓഫ് പീപ്പിൾ, നമ്മൾ പറയുന്ന ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഓർ ബ്രിട്ടീഷ് ഈ പറഞ്ഞ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആയിട്ടുള്ള ആളുകൾ, കൊളോണിയൽ ആളുകൾ, ഇവരുടെ മേലെ എന്തായിരുന്നു? ലോ ടാക്സ് ചുമത്തിയിരുന്നത്. അവർക്ക് നികുതി ഇല്ല. ഒന്നുകിൽ വളരെ കുറച്ച് നികുതി ആയിരിക്കും, അല്ലെങ്കിൽ നികുതി ഇല്ല. സോ നോക്കുമ്പോൾ റിച്ച് പീപ്പിൾ വെയർ ടാക്സ്ഡ് ലെസ് വൈൽ പൂർ പീപ്പിൾ വെയർ ടാക്സ്ഡ് മോർ. കമ്മ്യൂണിറ്റി വെയർ ഹാവിംഗ് ഹൈ ടാക്സ്. അവരുടെ ഒരു വർഷത്തെ ഇൻകത്തിന്റെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉൽപ്പന്നത്തിന്റെ വലിയൊരു ഷെയർ ടാക്സ് ആയിട്ട് ഗവൺമെന്റ് കളക്ട് ചെയ്തിരുന്നു ഡ്യൂറിംഗ് ദിസ് മഹൽബാരി ആയാലും സെമീന്ദാരി ആയാലും റായത്ബാരി ആയാലും. സോ നോക്കുവാണെങ്കിൽ ഇന്ത്യയില് വി ഹാഡ് ദ എക്സ്പീരിയൻസ് ഓഫ് റിഗ്രസീവ് ടാക്സേഷൻ. വി ഹാഡ് ദ എക്സ്പീരിയൻസ് ബിഫോർ കൊളോണിയൽ റൂൾ അല്ലെങ്കിൽ ഡ്യൂറിംഗ് കൊളോണിയൽ റൂൾ. നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ റിഗ്രസീവ് ടാക്സേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വി ആർ നോട്ട് ഫോളോയിങ് ദിസ് പ്രാക്ടീസ്. ഇന്ത്യയില് ഇൻകം ടാക്സ് വന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻകം ടാക്സ് വരുന്നത് 1860 സമയത്താണ്. 1860 ഇൻകം ടാക്സ് വരുന്നത്. ആൻഡ് ആദ്യമായിട്ട് വരുന്ന ആ സമയത്താണ്. സോ ആ സമയത്തായാൽ പോലും പാവപ്പെട്ടവന് മേലെയാണ് എന്ത് ഉയർന്ന നികുതികൾ വരുന്നത്. പണക്കാരന്റെ മേലുള്ള നികുതി വളരെ കുറവായിരുന്നു. സോ അതൊരു ചലഞ്ചായിരുന്നു. ആൻഡ് ഇപ്പൊ പറയുകയാണെങ്കിൽ കറന്റ്ലി none of the countries are following this type of taxation. അതുപോലെ നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, നോർവേ, സ്വിറ്റ്സർലാൻഡ് പോലുള്ള സ്കാൻഡിനേവിയൻ നേഷൻ ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന സ്കാൻഡിനേവിയൻ നേഷൻസ്, പ്രത്യേകിച്ച് എല്ലാ സൂചികയിലും ഉയർന്ന റാങ്ക് വരുന്ന ഫസ്റ്റ് റാങ്ക്, ഒരു ഫസ്റ്റ് 10% നോക്കുമ്പോൾ നോർവേ, ഫിൻലൻഡ്, ഈ പറഞ്ഞ ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളായിരിക്കും. സോ യു ക്യാൻ സി സ്കാൻഡിനേവിയൻ നേഷൻസ് ഇവിടെ പണ്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ പോലെ സ്കാൻഡിനേവിയൻ നേഷൻസിലും ഇതുപോലുള്ള റിഗ്രസീവ് ടാക്സേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഈ ടാക്സേഷൻ ഡസ് ഇറ്റ് ഹാവ് എനി ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ്? മനുഷ്യത്വപരമായി എന്തെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് ഇതിന് ഉണ്ടാവുമോ? നോക്കുക, പാവപ്പെട്ടവന്റെ മേലെ എന്ത് ചെയ്യുന്നു? അവന്റെ തുച്ഛമായ വരുമാനത്തിൽ ഉയർന്ന ശതമാനം ഗവൺമെന്റ് ടാക്സ് ഈടാക്കുകയാണ്. എന്നാൽ പണക്കാരന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? തുച്ഛമായ ഗവൺമെന്റ് ടാക്സ് ഈടാക്കുകയാണ്. സോ ഈ പറഞ്ഞ റിഗ്രസീവ് ടാക്സേഷനിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? Does this taxation has a humanitarian perspective? ഉണ്ടോ? ഇല്ല, തീർച്ചയായും ഇല്ല. അപ്പൊ ചോദിക്കട്ടെ, എങ്ങനെയായിരിക്കാം സ്കാൻഡിനേവിയൻ നേഷൻസിലൊക്കെ ഈ പറഞ്ഞ ടാക്സേഷൻ പണ്ട് നടപ്പിലാക്കിയത്? ഇതിന് കാരണം കാണുമല്ലോ, ചുമ്മാ ചെയ്യത്തില്ല. എന്തിനായിരിക്കാം? ഒരു കാരണം പറയുകയാണെങ്കിൽ കാരണമുണ്ട്. ഒരു കാരണം പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറയാണ്, പാവപ്പെട്ട ആളോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക,
യു ഹാവ് ടു വർക്ക് ഹാർഡ്. നിങ്ങൾക്ക് ഇപ്പൊ ഇൻകം കുറവാണ്, തുച്ഛമായ വരുമാനമാണുള്ളത്. തുച്ഛമായ വരുമാനമുള്ള നിങ്ങൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ അധ്വാനിക്കുക. അധ്വാനിച്ച് നിങ്ങളുടെ വരുമാനം നിങ്ങൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. സോ യു ഹാവ് ടു വർക്ക് ഹാർഡ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. വരുമാനം വർദ്ധിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ടാക്സ് ഇൻസെന്റീവ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? നികുതിയുടെ റേറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നികുതിയുടെ ഇൻസെന്റീവ് ലഭിക്കുന്നതായിരിക്കും. സോ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് പീപ്പിൾ ഇൻ poor section of poor class of people, they have to work hard and increase their income so as to get the tax benefit. ഈ നികുതിയുടെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഒരു ഉദ്ദേശം. വേറൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ പറഞ്ഞു പാവപ്പെട്ടൻ എന്ത് ചെയ്യണം, പണക്കാരൻ എന്ത് ചെയ്യണ്ട, പണക്കാരൻ ഉയർന്ന നികുതി തരണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് എമൗണ്ട് നിങ്ങളുടെ വരുമാനത്തിന്റെ, നിങ്ങളുടെ ഇൻകത്തിന്റെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ വാങ്ങുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നേ? കുറച്ച് എമൗണ്ട് നിങ്ങളുടെ നികുതി വാങ്ങുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള എമൗണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ റിച്ച് പീപ്പിൾ അവർക്ക് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ്, അവർക്ക് കിട്ടുന്ന നികുതിയുടെ ബെനിഫിറ്റ് എന്ത് ചെയ്യുക? സേവ് ചെയ്യുകയും അതേപോലെ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. സോ എക്കണോമിയുടെ വളർച്ചയിൽ എന്ത് ചെയ്യുക? പങ്കാളിയാകുക. ആര്? റിച്ച് സെക്ഷൻ ഓഫ് പീപ്പിൾ. സോ റിച്ച് സെക്ഷൻ ഓഫ് പീപ്പിൾ ലോ ടാക്സ് ലെവി ചെയ്യുന്നു. ആ ലോ ടാക്സ് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും അത് സേവ് ചെയ്യുകയും ചെയ്യുക. ആൻഡ് സേവിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവാം? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം. അതുപോലെ ഇവർക്ക് സ്വമേധ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റും ചെയ്യാം. സോ ഈ രണ്ട് ഉദ്ദേശമാണ് റെഗ്രസീവ് ടാക്സേഷൻ അതിന് ന്യായീകരണമായിട്ട് പല ഗവൺമെന്റുകളും പറഞ്ഞത്. ആൻഡ് ഇപ്പൊ പറയുകയാണെങ്കിൽ നൺ ഓഫ് ദി ഗവൺമെന്റ് ഈസ് ഫോളോയിങ്. കാരണം ഐ സെർച്ച്, ഞാൻ നോക്കിയിരുന്നു, കറന്റ്ലി നൺ ഓഫ് ദി ഗവൺമെന്റ് ഈസ് ഫോളോയിങ് ദിസ് ടൈപ്പ് ഓഫ് ടാക്സേഷൻ. എന്നാൽ നമ്മുടെ എക്കണോമിയിലെ ചില നികുതികൾ, ഓക്കെ, ഞാൻ പറഞ്ഞു when we are looking into regressive taxation example, regressive taxation example നോക്കുമ്പോൾ ഇപ്പൊ നിലവിലൊന്നുമില്ല. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഉള്ള ചില നികുതികൾ എന്ത് കാണിക്കുന്നുണ്ട്? റിഗ്രസീവ് നേച്ചർ കാണിക്കുന്നുണ്ട്. അതായത് പുവർ ഈസ് മോർ അഫക്റ്റഡ് കമ്പയർഡ് ടു റിച്ച്. നമ്മുടെ പാവപ്പെട്ടവൻ കൂടുതൽ ബാധിക്കപ്പെടുന്നു. ഒരു പണക്കാരനെ അപേക്ഷിച്ച് പാവപ്പെട്ടവൻ കൂടുതൽ ബാധിക്കപ്പെടുന്നു. അങ്ങനെ ചില ടാക്സുകൾ ഇന്ത്യയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ പാളിഞ്ചി ബിസ്ക്കറ്റ് വാങ്ങിച്ച കഥ ഓർമ്മ ഉണ്ടാവല്ലോ. സോ ഞാൻ പാളിഞ്ചി ബിസ്ക്കറ്റ് വാങ്ങിച്ചു. കടയിൽ പോയിട്ട് പാളിഞ്ചി ബിസ്ക്കറ്റ് ഞാൻ പർച്ചേസ് ചെയ്യുകയാണ്. ആൻഡ് ഈ ബിസ്ക്കറ്റിന്റെ വില 20 രൂപയാണ്. ആൻഡ് ഈ 20 രൂപയ്ക്ക് മേലെ 1 രൂപയാണ് എന്ത്? ഞാൻ കൊടുക്കുന്ന ടാക്സ്, അല്ലെങ്കിൽ GST, ചരക്ക് സേവന നികുതി ഉണ്ടല്ലോ. ഈ പറഞ്ഞ 20 രൂപ എന്ന് പറയുമ്പോൾ ഇൻക്ലൂസീവ് ഓഫ് GST ആണ്. ഇൻക്ലൂസീവ് ഓഫ് GST ആണ് 20 രൂപ. ആ പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റിന്റെ വില 20 രൂപ എന്ന് പറയുമ്പോൾ ടാക്സ് ഉൾപ്പെടെയാണ്. ആ ടാക്സ് എത്രകൊണ്ട് എത്രയാണ്? 1 രൂപയാണ് ഞാൻ ഈ ബിസ്ക്കറ്റിന് മേലെ കൊടുത്ത നികുതി. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? പാളിഞ്ചി ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ആൻഡ് ആ ബിസ്ക്കറ്റിന് മേലെ 1 രൂപ നികുതി കൊടുത്തു. ഞാൻ ഈ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടുന്ന് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അംബാനി, നമ്മുടെ മുകേഷ് അംബാനി അതുവഴി പോവായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹം എന്ത്? കാരണം ഞാൻ കഴിക്കുവാണല്ലോ, മതി. ഞാൻ എന്ത് ചെയ്തു? പുള്ളിക്കാരനും കടയിൽ പോയി. പുള്ളിക്കാരനും കടയിൽ പോയിട്ട് ഞാൻ വാങ്ങിച്ചു ഇതേ ബിസ്ക്കറ്റ് പുള്ളി വാങ്ങിച്ചു. 20 രൂപയുടെ ബിസ്ക്കറ്റ്. ആൻഡ് ഹി ഈസ് ആൾസോ പേയിങ് ദ സെയിം എമൗണ്ട് ഓഫ് ടാക്സ്. ഞാൻ കൊടുത്ത പോലെ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? 1 രൂപയാണ് ടാക്സ് കൊടുത്തത്. എന്തിന്? ബിസ്ക്കറ്റിന്. ഇനിയാണ് കളി. സോ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, അംബാനി ബിസ്ക്കറ്റ് വാങ്ങിച്ചു. രണ്ടുപേരും 1 രൂപ ടാക്സ് കൊടുത്തു. ഇനിയും ഞങ്ങൾ കൊടുത്ത ഈ ടാക്സിനെ വെൻ വി ആർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് അവർ ഇൻകം, ഞങ്ങൾ കൊടുത്ത ഈ ടാക്സ് എമൗണ്ടിനെ ഞങ്ങളുടെ ഇൻകത്തിന്റെ റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദ മാജിക്. നോക്കൂ, വിഷ്ണു, ആൻഡ് സപ്പോസ് എന്റെ വരുമാനം 100 രൂപ എന്ന് വിചാരിക്കാം.
എന്റെ ഇൻകം 100 രൂപയാണ്, വാർഷിക വരുമാനം 100 രൂപയാണ്. ആൻഡ് ഞാൻ ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോ ഐ ഹാവ് പെയ്ഡ് 1 rupees ആസ് ടാക്സ്. നോക്കുമ്പോ ഈ ടാക്സ് എമൗണ്ട് എന്റെ ഇൻകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്റെ ഇൻകത്തിന്റെ 1% ഞാൻ ടാക്സ് ആയിട്ട് പേ ചെയ്തത്. എന്നാൽ ഇനി അംബാനിയുടെ കേസ് എടുക്കും, മുകേഷ് അംബാനി. സോ മുകേഷ് അംബാനിയുടെ കേസ് എടുക്കുമ്പോൾ പുള്ളിയുടെ വരുമാനം 100,000,000,000 കിടക്കുകയാണ്, അമ്പത് കിടക്കുക എക്സെട്ര. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ മുകേഷ് അംബാനി ഇയാളുടെ കോടിക്കണക്കിന് രൂപയിൽ നിന്ന് ആണെന്ത് 1 രൂപ ടാക്സ് കൊടുത്തേക്കുന്നത്. ആൻഡ് വെൻ വി ആർ കമ്പയറിംഗ് ദ ടാക്സ് എമൗണ്ട് പെയ്ഡ് ബൈ അംബാനി വിത്ത് ഹിസ് ഇൻകം, അയാളുടെ വരുമാനമായിട്ട് ആ ടാക്സ് എമൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാം? എത്ര കൊടുത്തേക്കുന്നേ? 0.00000000 അങ്ങനെ കുറെ സീറോ ഒരു അവസാനം അത്ര മാത്രമേ തെറ്റുള്ളൂ പോയിട്ടുള്ളൂ. സോ ഹിയർ യു ക്യാൻ സി നമ്മൾ ഈ ടാക്സ് ഇമ്പോസ് ചെയ്തത്, ബിസ്ക്കറ്റിന്റെ മേലെ ടാക്സ് ഇമ്പോസ് ചെയ്തത് ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് വി കനോട്ട് സേ ദിസ് ഈസ് എ റിഗ്രസീവ് ടാക്സേഷൻ. അല്ലാതെ ഞാനിപ്പോ കടയിൽ പോയി, അയാൾ നോക്കുകയാണ്, ഇയാള് 100 രൂപ ഇൻകം ഉള്ളൂ, 1% ടാക്സ്. അംബാനി എത്ര കോടി വരുമാനമുണ്ട്, 1% ടാക്സ്. അങ്ങനെ ചുമത്തിയതല്ല. ഈ പറഞ്ഞ ബിസ്ക്കറ്റ് ആര് വാങ്ങിച്ചാലും, ഇപ്പൊ ഞാൻ വാങ്ങിച്ചാലും അംബാനി വാങ്ങിച്ചാലും നമ്മുടെ ക്ലാസ്സിലുള്ള അബ്ദുള്ള സാഹിബ് വാങ്ങിച്ചാലും നന്ദുമാർ സാഹിബ് വാങ്ങിച്ചാലും എല്ലാവരും എന്താണ് ഈ 1 രൂപ ടാക്സ് കൊടുക്കുന്നത്. സോ എവരിബഡി ഈസ് പേയിങ് ദ സെയിം എമൗണ്ട് ഓഫ് ടാക്സ്. പക്ഷേ when we are comparing the tax amount with this person's income, ഈ വ്യക്തികളുടെ വരുമാനവുമായിട്ട് ഈ ടാക്സ് എമൗണ്ട് കമ്പയർ ചെയ്യുമ്പോഴാണെന്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് കൂടുതൽ എമൗണ്ട് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, പണക്കാരന്റെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് ടാക്സ് കളക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ദീസ് ടൈപ്പ് ഓഫ് ടാക്സസ്, നമ്മുടെ GST ചരക്ക് സേവന നികുതി എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് റിഗ്രസീവ് നേച്ചർ. റിഗ്രസീവ് നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. ബട്ട് വി കനോട്ട് കോൾ ദിസ് ആസ് എ റിഗ്രസീവ് ടാക്സേഷൻ. അതിന് കാരണം എന്താ? ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ടാക്സ് ചെയ്യുന്നത്. അതാണ് റീസൺ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് റിഗ്രസീവ് ടാക്സേഷൻ. അടുത്തതാണ് പോർഷണൽ ടാക്സ്. എന്താണ് പോർഷണൽ ടാക്സ്? സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രോഗ്രസീവ് വിച്ച് മീൻസ് കൂടുന്നു, റിഗ്രസീവ് വിച്ച് മീൻസ് കുറയുന്നു. അടുത്ത എന്താ? പ്രൊപ്പോർഷണൽ ടാക്സ്. എന്താണ് പ്രൊപ്പോർഷണൽ? അപ്പൊ എന്തായിരിക്കും? ഒന്ന് കൂടുന്നു, ഒന്ന് കുറയുന്നു. പ്രൊപ്പോർഷണൽ ഇപ്പൊ എന്തായിരിക്കും? എന്തായിരിക്കാം? എന്തോ ടാക്സ് ഈക്വൽ ടു ഇങ്ങനെയൊന്നല്ല, ടാക്സസ് റിമൈനിങ് കോൺസ്റ്റന്റ് ആയിരിക്കും. ടാക്സ് റേറ്റ്, നികുതി ശതമാനം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ നിങ്ങളുടെ വരുമാനം എന്തും ആയിക്കോട്ടെ, വ്യക്തികളുടെ വരുമാനം എന്തും ആയിക്കോട്ടെ, എല്ലാവരും സെയിം റേറ്റ് ഓഫ് ടാക്സ് എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. സോ ഗ്രാഫ് അങ്ങനെ വരും. എന്റെ ഇൻകം 10 രൂപ, ഒരാളുടെ 100 രൂപ, അടുത്ത ആളുടെ 1000 രൂപ, അടുത്ത ആളുടെ 10,000 രൂപ. സോ എവറി പേഴ്സൺ, ഈ പറഞ്ഞ ABCD എല്ലാവരും എന്ത് പേ ചെയ്യും? സെയിം ടാക്സ് എമൗണ്ട് പേ ചെയ്യും, ടാക്സ് റേറ്റ് പേ ചെയ്യും. ടാക്സ് റേറ്റ് പേ ചെയ്യും, എമൗണ്ട് അല്ല, റേറ്റ് പേ ചെയ്യും. സപ്പോസ് 10%. സോ 10 രൂപ ഇൻകം ഉള്ള ആള് 1 രൂപ ടാക്സ് പേ ചെയ്യും. 100 ഇൻകം ഉള്ള ആള് 10% എന്ന് പറയുമ്പോൾ 10 രൂപ. 1000 രൂപ ഇൻകം ഉള്ള ആള് 10% എന്ന് പറയുമ്പോൾ 100 രൂപ. സോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ടാക്സ് എമൗണ്ട്, വി ആർ ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് ആണ്. നികുതി ശതമാനത്തെ പറ്റിയാണെന്ത് നമ്മുടെ കൺസേൺ. സോ ഹിയർ വി ക്യാൻ സി 10% ഈസ് കോൺസ്റ്റന്റ് ആണ്, അത് തുല്യമാണ്, അത് എപ്പോഴും എന്താ ഒരേപോലെ ഇരിക്കും. സോ ഈ എക്സാമ്പിൾ ആണ് നമ്മുടെ കമ്പനികളുടെ ആദായ നികുതി ഓർ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറയും. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഓർ കോർപ്പറേറ്റ് ടാക്സ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. കാരണം കോർപ്പറേറ്റ് ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് പറയാണ്. സപ്പോസ് ഇപ്പോ 25% പറയുന്നു. ആൻഡ് ഈ പറഞ്ഞ 25% ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ദ കമ്പനീസ് റെസ്പെക്റ്റീവ് ഓഫ് ദർ പ്രോഫിറ്റ്. അവരുടെ പ്രോഫിറ്റ് എത്ര ആയിക്കോട്ടെ, 10 കോടി ആയിക്കോട്ടെ, 100 കോടി ആയിക്കോട്ടെ, 1000 കോടി ആയിക്കോട്ടെ, അവർ കൊടുക്കേണ്ട ബേസ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്, അവർ കൊടുക്കേണ്ട ബേസ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എന്താണ്?
സെയിം ആണ്. സോ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ക്യാൻ ബി കോൾഡ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ ടാക്സേഷൻ. ക്ലിയർ ആണോ? ഇനി ഇത് കൂടാതെ there is one more taxation. അത് പൊതുവിൽ കാണാൻ കഴിയില്ല. നിങ്ങളിപ്പോ നോട്ട് വായിക്കുമ്പോൾ, ഒരു ബുക്ക് വായിക്കുമ്പോൾ, സ്റ്റാൻഡേർഡ് ബുക്ക് ആയിക്കോട്ടെ, ഇപ്പോ ഈ പറഞ്ഞ രമേഷ് സിംഗോ അല്ലെങ്കിൽ വിവേക് സിംഗോ അല്ലെങ്കിൽ ശങ്കർ ഗണേഷോ ഒക്കെ വായിക്കുമ്പോൾ പൊതുവിൽ ആ ടാക്സേഷനെ പറ്റി കാണണമെന്നില്ല. ബുക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കാണണമെന്നില്ല. ആ ടാക്സ് ആണ് ഡയഗ്രസീവ് ടാക്സേഷൻ. ഡയഗ്രസീവ് ടാക്സേഷൻ. ഡയഗ്രസീവ് ടാക്സേഷൻ. ഇതിന്റെ പ്രത്യേകത, this taxation is a combination of proportional and progressive taxation. പ്രോഗ്രസീവിന്റെയും പ്രപ്പോർഷണലിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ത് ഡയഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇൻ ദിസ് ഡയഗ്രസീവ് ടാക്സേഷൻ ഇനിഷ്യലി വ്യക്തികളുടെ ഇൻകം കൂടുന്നതനുസരിച്ച്, ആളുകളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ്, ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് എന്നാണ്. ടാക്സ് എമൗണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ്, നികുതി ശതമാനം എന്ത് ചെയ്യുന്നു, ഇനിഷ്യലി വർദ്ധിക്കും. ആൻഡ് ഒരു പരിധി കഴിഞ്ഞ് ആഫ്റ്റർ സം ടൈം ദിസ് ടാക്സ് റേറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ഈ നികുതി ശതമാനം എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആവും. വിച്ച് മീൻസ് വി വിൽ ഗെറ്റ് എ കർവ് ലൈക്ക് ദിസ്. ആദ്യം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യുന്നു, അത് കോൺസ്റ്റന്റ് ആവുന്നു. സോ പ്രോഗ്രസീവ് ഉണ്ട്, പ്രൊപ്പോർഷണൽ ഉണ്ട്. ദിസ് ഈസ് പ്രോഗ്രസീവ് കർവ്, ദിസ് ഈസ് പ്രൊപ്പോർഷണൽ കർവ്. സോ പ്രോഗ്രസീവിന്റെയും പ്രൊപ്പോർഷണലിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ത്, ഈ പറഞ്ഞ ഡയഗ്രസീവ് ടാക്സേഷൻ. നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഒരു പരിധി കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡയഗ്രസീവ് ടാക്സ്. കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഈ ടാക്സ് റേറ്റുകൾ കോൺസ്റ്റന്റ് ആവുന്നുണ്ട്, ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആവുന്നുണ്ട്. സോ വി ക്യാൻ കോൾ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ ഡയഗ്രസീവ് ടാക്സ്. പക്ഷെ പറയട്ടെ, എക്സാം ചോദിക്കുന്ന വെച്ചോ, നിങ്ങൾ എക്സാമിന് ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഏത് ടൈപ്പ് ഓഫ് ടാക്സേഷൻ ആണ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ക്ലിയർലി മാർക്ക് പ്രോഗ്രസീവ് ടാക്സേഷൻ. കാരണം അത് ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇന്ത്യൻ ടാക്സേഷൻ ഈസ് പ്രോഗ്രസീവ് നേച്ചർ. ദാറ്റ് ഈസ് ദ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. നമ്മുടെ എക്കണോമിക് സർവേയില്, നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടില് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇന്ത്യയിലെ ഇൻകം ടാക്സ് പ്രോഗ്രസീവ് നേച്ചർ ആണ്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ക്ലിയർലി മാർക്ക് പ്രോഗ്രസീവ് ടാക്സേഷൻ. ആൻഡ് ഇൻ കേസ് PSC തെറ്റിക്കുന്ന വെച്ചോ, PSC പറയണല്ല പ്രോഗ്രസീവ് അല്ല ഡെഗ്രസീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ചാലഞ്ച്. നമുക്ക് എന്ത് ചെയ്യാം, സർക്കാർ ഡോക്യുമെന്റ് വെച്ച് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് പഠിക്കേണ്ട. ഇൻ കേസ് എക്സാം ചോദിക്കാന്ന് വെച്ചോ, വിച്ച് ടൈപ്പ് ഓഫ് ടാക്സേഷൻ വി ആർ ഫോളോയിങ്, യു ക്യാൻ ക്ലിയർലി മാർക്ക് progressive taxation. Okay. So that is about the type of taxation. Here you can see the curve, progressive taxation. ഞാൻ പറഞ്ഞല്ലോ ഇൻകം ടാക്സിനെ പ്രോഗ്രസീവ് എന്ന് വിളിക്കാം, സോ ഡയഗ്രസീവ് വിളിക്കാം. എക്സാമ്പിൾ ഫോർ ഡയഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡയഗ്രസീവ് എക്സാമ്പിൾ ആണ്. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ടാക്സ് റേറ്റുകൾ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ ഇല്ല ഇന്ത്യയിൽ, ഇൻകം ടാക്സിന്റെ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞു. സോ പ്രോഗ്രസീവ് ടാക്സേഷൻ, then regressive taxation, then proportional taxation. Hello? Am I audible? Hello? Please respond. Okay. Yes. So again that error ഉണ്ടായി. ഇപ്പൊ ഓക്കെ ആണല്ലോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ?
Okay. Thank you. So നമ്മൾ പറഞ്ഞു വന്നത് ടൈപ്സ് ഓഫ് ടാക്സേഷൻ ആയിരുന്നു. സോ സോറി കേട്ടോ, ഞാനത് മനഃപൂർവ്വമല്ല, ഞാനത് ഓൺ ആക്കാൻ വിട്ടുപോയി. ഞാനത് കാരണം അയൺ ബോക്സ് ഉപയോഗിച്ച് ഞാൻ ഓഫ് ആക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ പവർ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാലേ പെട്ടെന്ന് അത്ര ലോഡ് പറ്റണമെന്നില്ല ഇൻവെർട്ടറിന്. അപ്പൊ അത് ചിലപ്പം അതിന്റെ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ കാണും. അതുകൊണ്ട് ഞാൻ ഓഫ് ആയിട്ട് തിരിച്ച് ഓൺ ആക്കാനായിട്ട് ഞാൻ വിട്ടുപോയി, പറഞ്ഞേ പോയി. അപ്പൊ കറണ്ട് പോയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. സോ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ടൈപ്സ് ഓഫ് ടാക്സേഷൻ ആയിരുന്നു. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഏതൊക്കെയാ? പ്രോഗ്രസീവ് ടാക്സേഷൻ, എക്സാമ്പിൾ ഇൻകം ടാക്സ് പറയാം. ദെൻ റിഗ്രസീവ് ഇപ്പോഴില്ല, മുൻപുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടാക്സസ് റിഗ്രസീവ് ടാക്സേഷൻ ആയിരുന്നു. ആൻഡ് അതിനുശേഷം പ്രൊപ്പോർഷണൽ, എക്സാമ്പിൾ പറയുമ്പോൾ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഉണ്ട്. ദെൻ ഡയഗ്രസീവ്, എക്സാമ്പിൾ പറയുമ്പോൾ ഇനി ഇൻകം ടാക്സ് വി ക്യാൻ കോൾ ദാറ്റ് ആസ് എ ഡയഗ്രസീവ് ടാക്സേഷൻ. പക്ഷെ പറയട്ടെ, ഈ നോർമൽ കേസിൽ ഇൻകം ടാക്സിനെ പ്രോഗ്രസീവ് ടാക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് ഹിയർ യു ക്യാൻ സീ എൻ എക്സാമ്പിൾ. ഒരു ടേബിളർ റെപ്രസെന്റേഷൻ കാണാൻ നിങ്ങൾക്ക്. നോക്കൂ, ഇൻ ദ കേസ് ഓഫ് പ്രോഗ്രസീവ് ടാക്സ് റേറ്റ് ഉണ്ടോ? 1, 2, 3 എന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ യു ക്യാൻ സീ വെൻ ഇൻകം ഇൻക്രീസസ്, tax rate in percentage increases in the case of progressive taxation. Proportional ആകുമ്പോൾ you can see the rate of tax is constant. Aggressive ആകുമ്പോൾ rate is decreasing. 1, 0.2, 0.03 എന്ന് പറഞ്ഞ ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. Then digressive tax you can see initially 5, then 6, then throughout 6. So 1 5 6 then അവിടുന്ന് കുറച്ച് ലേറ്റർ. So rate of tax initially increase ചെയ്യുന്നു. After that the tax rate remain constant. So that is about types of taxation. And now you can see a question. Which of the following is a progressive tax structure? ഏതാണ്? You can comment the answer. Please comment. ഏതാണ് ആൻസർ? Answer is tax income increases as tax rate increases as income increases. So വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് നികുതി ശതമാനം വർദ്ധിക്കുന്നു. So option B ആണ് the right answer. Tax rate increases as income increases. B is the right answer. ഇനി ടാക്സ് റേറ്റ് ഡിക്രീസസ് എന്താണ്? ടാക്സ് റേറ്റ് ഡിക്രീസസ് എന്താണ്? ഏതാണ്? ഏത് ടൈപ്പ് ഓഫ് ടാക്സേഷൻ ആണ്? ടാക്സ് റേറ്റ് ഡിക്രീസസ്. വാട്ട് ഈസ് സി? സി എന്താ? ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? ഇറ്റ് ഈസ് റിഗ്രസീവ് ആണ്. റിഗ്രസീവ് ടാക്സ്. വെരി ഗുഡ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Progressive taxation refers to the decreasing rate of taxation with increasing values or volume on which tax is levied. So progressive taxation എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ടാക്സിൽ കുറയുന്ന അവസ്ഥയാണ്. വലുതിൽ നിന്ന് താഴേക്ക് കുറയുന്നു. എപ്പോ? ഓൺ ഇൻക്രീസിങ് വാല്യൂസ് ഓർ വോളിയം ഓൺ വിച്ച് ടാക്സ് ഇസ് ലെവിഡ്. സോ അതെന്താണ്? വാല്യൂസ് ഓർ വോളിയം ഓൺ വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മെയിൻലി റെപ്രസെന്റ്സ് നമ്മുടെ ഇൻകം ഉദ്ദേശിക്കുന്നത്. ഏതിന് മേലെയാണ് ടാക്സ് വരുന്നത് അതാ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോ പ്രോഗ്രസീവ് ടാക്സേഷൻ refers to decreasing rate of taxation with increasing values or volume on which tax levied എന്ന് പറയുമ്പോൾ the statement is wrong. കാരണം എന്താ? പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിംഗ് ആണ്. It is not decreasing. So we can see first statement എന്താ? തെറ്റാണ്. Then second, progressive taxes can help in reducing inequalities of income and wealth by lowering high income groups disposable income. So second statement എന്ത് പറയുന്നു?
ശരിയാണോ? പ്രോഗ്രസീവ് ടാക്സസ് ക്യാൻ ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ഇനിക്വാലിറ്റീസ് ഓഫ് ഇൻകം. വരുമാനത്തിലുള്ള അന്തരം കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്ത്? പ്രോഗ്രസീവ് ടാക്സ്. എങ്ങനെ? ബൈ ലോവറിങ് ഹൈ ഇൻകം ഗ്രൂപ്പ്സ് ഡിസ്പോസിബിൾ ഇൻകം. സോ നോക്കുക, രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. സപ്പോസ് poor people and rich people who are having high income and high wealth. And വരുമാനം കൂടുമ്പോൾ എന്ത് ചെയ്യുവാണ്? വരുമാനം കൂടുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? റിച്ച് പോപ്പുലേഷന് മേലെ ഹൈ ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്യുന്നു. സോ പാവപ്പെട്ടതിന് മേലെ എന്താണ്? ടാക്സ് കുറവാണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ടാക്സ് ആണ്. either no tax or low tax. And here you can see, when government is levying high tax on high income people, ഉയർന്ന വരുമാനമുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളുടെ മേലെ ഉയർന്ന നികുതി ചുമത്തുമ്പോൾ എന്താ ഉണ്ടാവുന്ന ഇവിടെ? We can see their disposable income reduces. അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന വരുമാനം എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഓർമ്മയുണ്ടോ? ഇന്ന് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഈസ് ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ഇൻകം ടാക്സ് പ്ലസ് നോൺ ടാക്സ് പേയ്മെന്റ്. ഓർമ്മയുണ്ടോ പറഞ്ഞ ഇക്വേഷൻ? സോ എന്താ പറഞ്ഞേ? ഈ ടാക്സ് കൂടുമ്പോ അവർക്ക് ചിലവ് കഴിയുന്ന തുക കുറയും. അത് മാത്രമല്ല, ഇറ്റ് ക്യാൻ റെഡ്യൂസ് ഇനിക്വാലിറ്റീസ് ഇൻ ഇൻകം. കാരണം എന്താ? ഇയാളുടെ ഇത്ര ഇൻകം സർക്കാർ അങ്ങ് കൊണ്ടുപോയി, ബാക്കി എത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. സോ ഈ റിച്ച് പുവർ ഡിവൈഡ്, പാവപ്പെട്ടവനും പണക്കാരും തമ്മിലുള്ള അന്തരം അത് എന്ത് ചെയ്യും? കുറയും. മുൻപ് അധികം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ? അത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ആൻസർ എന്ത് വരും അപ്പോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ആൻസർ വിൽ ബി ബി. 2 only ആണ് ആൻസർ. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? Is that clear? Okay. Yes. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇതുവരെ പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? എന്തേലും? Any doubt? Any doubt till now? ഇല്ല. So we can go to the next topic. That is 4 canons of taxation by Adam Smith. സോ ഒരു നല്ല നികുതി സമ്പ്രദായത്തിന് ഉണ്ടാവേണ്ട 4 പില്ലേഴ്സ്, അതാണ് 4 canons of taxation എന്ന് പറഞ്ഞ. സോ whenever a government is imposing tax, നമ്മുടെ സർക്കാർ നികുതി ചുമത്തുകയാണെങ്കിൽ ആ സമയത്ത് സർക്കാർ ഫോളോ ചെയ്യേണ്ട ചില ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് അല്ലെങ്കിൽ നിയമങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പില്ലേഴ്സ്, അതാണെന്ത്? canons of taxation എന്ന് പറഞ്ഞ. ഈ ഒരു തിയറി കൊണ്ടുവന്നത് സ്മിത്ത് ആണ്. നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ടുള്ള ആദം സ്മിത്ത് ആണ് ഈ ഒരു canons of taxation പ്രപ്പോസ് ചെയ്തത്. And he said that a good tax should follow these 4 canons of taxation. And the first canon is canon of equity. എന്താണ്? canon of equity. ഇത് പറയുന്നത് rich should be taxed more. എന്താണ്? Rich should be taxed more and poor should be taxed less. എന്താ മീനിങ്? പണക്കാരുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുക, പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ടാക്സ് കളക്ട് ചെയ്യുക. സോ there should be equality in taxation. നികുതി ചുമത്തുമ്പോൾ ഒരു ഈഗളിറ്റേറിയൻ വാല്യൂ, ഈഗളിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റി പ്രൊവിഷൻ സർക്കാർ എന്ത് ചെയ്യണം? ഒരു തുല്യത ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രമിക്കണം. പണക്കാരൻ എന്ന് പറയുമ്പോൾ he is having more income, which means he is able to pay more tax. So ഈ വ്യക്തിക്ക് വരുമാനം കൂടുതലാണെങ്കിൽ അയാൾക്ക് കൂടുതൽ നികുതി കൊടുക്കാൻ പ്രാപ്തരാണ്. എന്നാൽ പാവപ്പെട്ട എന്ന് പറയുമ്പോൾ അയാൾക്ക് വരുമാനം കുറവാണ്, ഹിസ് ഡിസ്പോസിബിൾ ഇൻകം ഈസ് ലെസ്. അതിന് മേലെ സർക്കാർ ഈ ടാക്സ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്താ? ഒരു എക്സ്ട്രാ ബർഡൻ ആയിരിക്കും. സോ റിച്ച് ഷുഡ് ബി ടാക്സ്ഡ് മോർ ആൻഡ് പുവർ ഷുഡ് ബി ടാക്സ് ലെസ്. അതാണ് canon of equity എന്ന് മീൻ ചെയ്യുന്നത്. ആൻഡ് അടുത്ത canon ആണ് canon of certainty.
whenever a government is announcing a tax, ഒരു ടാക്സ് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുമ്പോൾ ആ ടാക്സ് ഡീറ്റെയിൽസ് കൃത്യമായി ഗവൺമെന്റ് പബ്ലിക്കിന് അവൈലബിൾ ആക്കണം. സോ ഗവൺമെന്റ് whenever a government is announcing tax, ഒരു പുതിയ ടാക്സ് അനൗൺസ് ചെയ്യുമ്പോൾ the government should clearly mention or clearly make it available to the people the details of taxation. ഉദാഹരണം പറയുമ്പോൾ ഇൻകം ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്യുകയാണ്. സോ ഇൻകം ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്യുമ്പോൾ എത്ര ഇൻകം ടാക്സ് എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഉള്ള ആളുകൾ കൊടുക്കണം, എത്ര ഇൻകം ഉള്ള ആളുകൾ കൊടുക്കണം, അതുപോലെ എത്ര എമൗണ്ട് കൊടുക്കണം, എന്ന് കൊടുക്കണം. സോ ഓൾ ഡീറ്റെയിൽസ് ആർ മെയ്ഡ് അവൈലബിൾ ബൈ ദ ഗവൺമെന്റ്. എന്ന് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എത്ര എമൗണ്ട് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇതെല്ലാം എന്താണ് സർക്കാർ പബ്ലിക്കിന് അവൈലബിൾ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണുന്ന രീതിയിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് കാനൺ ഓഫ് സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. there should be certainty. അല്ലാതെ സർക്കാർ പറയാണ് ഇപ്പൊ ഇൻകം ടാക്സ് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട്, എത്ര ശതമാനം എന്നെല്ലാം കൃത്യമായി ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. there is certainty of different provisions of tax. അതല്ലാതെ സർക്കാർ ടാക്സ് ഇറക്കുന്നു, ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല, തോന്നിയപടിയിൽ ഓരോരുത്തർക്ക് ഓരോ ടാക്സ്, അതെന്താണ് കാനൺ ഓഫ് സെർട്ടനിറ്റി ഫോളോ ചെയ്യുന്നില്ല. എല്ലാവർക്കും തുല്യമായ രീതിയിൽ ഡേറ്റ അവൈലബിൾ ആയിരിക്കണം. ഒരു ഇൻഫോർമൽ ഡിസിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവർക്കും ഡേറ്റാസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് കാനൺ ഓഫ് സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് കാനൺ ഓഫ് കൺവീനിയൻസ്. സോ കൺവീനിയൻസ് പറഞ്ഞാൽ എന്താ? കൺവീനിയൻസ് നമുക്ക് സൗകര്യമാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇൻകം ടാക്സ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യയിൽ ഇൻകം ടാക്സ് എടുക്കുമ്പോൾ കറന്റ്ലി ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് ലോട്ട് ഓഫ് കൺവീനിയന്റ് മെഷേഴ്സ് for that, so that people can pay income tax to the government. സർക്കാരിലേക്ക് ഇൻകം ടാക്സ് അടയ്ക്കാനായിട്ട് നിരവധി മെഷേഴ്സ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻകം ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി വേണേൽ അടച്ചു പോവാം. ഓരോ മാസവും കുറേശ്ശെ അടച്ച് നമുക്ക് ഇൻകം ടാക്സ് പേ ചെയ്യാം. അതുപോലെ ക്വാർട്ടർലി വേണേൽ അടയ്ക്കാം, 3 മാസം കൂടുമ്പോൾ അടച്ചു പോവാം. അല്ലെങ്കിൽ ഹാഫ് ഇയർലി അടച്ചു പോവാം, 6 മാസം വെച്ച് അടയ്ക്കാം. അല്ലെങ്കിൽ ഇയർലി തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരുമിച്ച് അടയ്ക്കാം. അത് മാത്രമല്ല, വി ക്യാൻ മേക്ക് ദ പേയ്മെന്റ് ഓൺലൈൻ. നമുക്ക് എന്ത് ചെയ്യണ്ട, ഓഫ്ലൈൻ പേയ്മെന്റ് വേണ്ട, ഓൺലൈൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഓൺലൈൻ വഴി തന്നെ നമുക്ക് പേയ്മെന്റ് നടത്താം. അതുപോലെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. വിച്ച് മീൻസ് നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ ഇൻകം ടാക്സ് കുറച്ച് എന്ത് ചെയ്യാം, നമുക്ക് വാങ്ങാം. സോ ദർ ആർ ഡിഫറെന്റ് കൺവീനിയന്റ് മെഷേഴ്സ് സോ ദാറ്റ് ഈ പറഞ്ഞ ടാക്സ് ആൾക്കാർക്ക് അടയ്ക്കാൻ കഴിയണം. സോ നേരെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ കേരളത്തില് ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ സർക്കാർ പറയാണ് ഇനി മുതൽ കേരളത്തിലുള്ള എല്ലാ ആളുകളും ട്രിവാൻഡ്രത്ത് വന്ന് ടാക്സ് അടയ്ക്കുക. ട്രിവാൻഡ്രത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് ഓഫീസിൽ വന്ന് ടാക്സ് അടയ്ക്കുക. അല്ലാതെ ബാക്കി ഇവിടെ അടയ്ക്കാൻ പറ്റത്തില്ല. ആൻഡ് they have to pay tax by ഓഫ്ലൈൻ ഉള്ളി. ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഫോം വരും, നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് എടുത്ത് തരുവാണ്, അതെല്ലാം ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം എന്ന് പറയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഗിവിംഗ് കൺവീനിയൻസ്. നമുക്കൊരു കൺവീനിയൻസ് ഒരുക്കുന്നില്ല, ഒരു സൗകര്യം ഒരുക്കുന്നില്ല. സോ അത് അങ്ങനെ ഒരു ബന്ധം വെച്ചു. whenever a person is facing inconvenience, ആൾക്കാര് ആ ടാക്സ് അടയ്ക്കാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുത്തില്ല, അവരെന്ത് ചെയ്യുന്നില്ല, അവരെ മോട്ടിവേറ്റ് ചെയ്യില്ല, മറിച്ച് ടാക്സ് അടയ്ക്കാനായിട്ട് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യും. കാരണം എന്താ, ഈ ടാക്സ് അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ മെനക്കേടാണ്, ട്രിവാൻഡ്രത്ത് വരണം, ട്രിവാൻഡ്രത്ത് വന്ന് ഓഫ്ലൈൻ ക്യാഷ് അടയ്ക്കണം, അതുപോലെ ഫോം എല്ലാം ഫില്ല് ചെയ്യണം, കുറെ ഫോം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഗവൺമെന്റ് ടാക്സ് ലെവി ചെയ്യുമ്പോൾ, ഒരു ടാക്സ് ചോർത്തുമ്പോൾ കൺവീനിയൻസ് ഒരുക്കുന്നത് എന്ത് ചെയ്യുക, ഗവൺമെന്റ് ഉറപ്പുവരുത്തുക. അതാണ് കാനൺ ഓഫ് കൺവീനിയൻസ്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് കാനൺ ഓഫ് എക്കണോമി. കാനൺ ഓഫ് എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്തു. ലെവി ചെയ്ത ശേഷം ഈ ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ചിലവുണ്ട്. കാരണം ഇപ്പൊ ഇൻകം ടാക്സ് എടുക്കുക, ഇൻകം ടാക്സ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു. സോ ഇൻകം ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ സം ഒഫീഷ്യൽസ് ഉണ്ട്. നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റില്, ID ഡിപ്പാർട്ട്മെന്റില് ദർ ആർ ടാക്സ് ഒഫീഷ്യൽസ് ഹു ആർ കണ്ടിന്യൂസ്ലി പ്രോസസിങ് അവർ ഡേറ്റ. നമ്മൾ ഡേറ്റ പ്രോസസ് ചെയ്യുന്നു, നമ്മുടെ എല്ലാ അക്കൗണ്ടുകൾ പ്രോസസ് ചെയ്യുന്നു, പാൻ അക്കൗണ്ട് പ്രോസസ് ചെയ്യുന്നു. സോ ദർ ആർ സം ഒഫീഷ്യൽസ് ഹു ആർ വർക്കിംഗ് ത്രൂ ഔട്ട് ദ ടൈം. എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസ് ഉണ്ട്. ഇവരാണെന്ത്, ഈ പറഞ്ഞ ടാക്സുകൾ കൃത്യമായി അസസ് ചെയ്യുകയും അതുപോലെ ഇൻ കേസ് ഒരാൾ നികുതി വെട്ടിക്കുകയാണെങ്കിൽ അത് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടു കാണും,
യൂട്യൂബേഴ്സിന്റെ, നമ്മുടെ കേരളത്തിലുള്ള യൂട്യൂബേഴ്സിന്റെ മേലെ ഒരു IT ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ഉണ്ടായിരുന്നു. ഓർമ്മ കാണും, കുറച്ച് നാൾക്ക് മുന്നേ. സോ ദേ ആർ പ്രോസസിങ്. ഇവർ നോക്കുകയാണ്, ഈ യൂട്യൂബേഴ്സിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം, അവരെങ്ങനെ പൈസ ചിലവാക്കുന്നു, അതുപോലെ ഇവർ ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ് പ്രോസസ് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് സം കോസ്റ്റ് ഇൻവോൾവ് ഫോർ കളക്ടിങ് ടാക്സ് ആണല്ലോ. ഏതൊരു നികുതി ആണെങ്കിലും അത് കളക്ട് ചെയ്യണമെങ്കിൽ ഒരു ചെലവുണ്ട്, ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ്. സപ്പോസ് നമ്മുടെ സർക്കാരിന് ഒരു നികുതി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 100 കോടി രൂപ ചെലവാക്കാൻ വിചാരിച്ചു. 100 കോടി രൂപ ഗവൺമെന്റ് ചെലവാക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ കളക്ടിങ് ദ ടാക്സ്. പക്ഷെ കിട്ടുന്ന വരുമാനം നോക്കുക, സപ്പോസ് 90 കോടിയാന്ന് വെച്ചു. 90 കോടിയാണ് കിട്ടുന്ന വരുമാനം, 100 കോടിയാണ് ചെലവാക്കിയത്. ദിസ് ഈസ് ദ കോസ്റ്റ് ഫോർ കളക്ടിങ് 90 crore. ഒന്ന് ആലോചിച്ച് നോക്കൂ, 90 കോടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 100 കോടി മുടക്കുന്നു. നമ്മുടെ പുലിവാൽ കല്യാണത്തിനകത്ത് കൊച്ചി ദീപ പറയുന്ന പോലെ, ഞാൻ ധാരാവി തരുന്ന കേട്ടിട്ടുണ്ടോ? ഞാൻ ധാരാവി പോയിട്ട് അവിടുത്തെ ഡോണുമാർക്ക് 50,000 രൂപ കൊടുക്കും, അവരെന്റെ 30,000 രൂപ പുഷ്പ മേടിച്ചു തരും എന്ന് പറയുന്ന പോലെ 90 കോടി വെട്ടാൻ വേണ്ടിയിട്ട് 100 കോടി മുടക്കുന്ന അവസ്ഥ. സോ ദിസ് ഇസ് നോട്ട് എക്കണോമിക്കൽ. ദിസ് വേ ഓഫ് ടാക്സേഷൻ ഈസ് നോട്ട് എക്കണോമിക്കൽ. സോ വെനെവർ ഗവൺമെന്റ് ഈസ് കളക്ടിങ് ടാക്സ്, ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് ലെവി ചെയ്യുമ്പോൾ എന്ത് എൻഷുർ ചെയ്യണം? there should be എക്കണോമിക്കൽ. ഈ പറഞ്ഞ 100 കോടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 കോടി മുടക്കാം, അല്ലെങ്കിൽ 5 കോടി മുടക്കാം, ഓക്കെയാണ്, എക്കണോമിക്കലാണ്. അതല്ലാതെ 100 കോടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 90 കോടി മുടക്കുക, അത് എക്കണോമിക്കൽ അല്ല. 100 കോടിക്ക് വേണ്ടിയിട്ട് 90 കോടി മുടക്കുന്നതും, അല്ല 100 കോടിക്ക് വേണ്ടിയിട്ട് 110 കോടി മുടക്കുന്നതും എക്കണോമിക്കൽ അല്ല. സോ there should be a huge disparity between the cost of collection and the amount of tax collected. നമ്മൾ കളക്ട് ചെയ്യുന്ന നികുതിയും അതുപോലെ നമ്മൾ ചെലവാക്കിയ പൈസയും നമ്മൾ എന്തുണ്ടായിരിക്കണം? ഒരു വലിയ അന്തരം ഉണ്ടായിരിക്കണം. എന്താ പറഞ്ഞേ? there should be a difference between cost of collection and amount of tax collected. And ഇങ്ങനെ ഈ ഒരു canon of economy എന്ന പ്രിൻസിപ്പൾ ഫോളോ ചെയ്യാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ അബോളിഷ് എ ടാക്സ്. ആ ടാക്സ് നമുക്ക് അബോളിഷ് ചെയ്യാം. ഇന്ത്യ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ അബോളിഷ് ടാക്സ് ആണ് 2015 വെൽത്ത് ടാക്സ്. സോ വെൽത്ത് ടാക്സ് വാസ് അബോളിഷ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അരുൺ ജെയ്റ്റ്ലി. അരുൺ ജെയ്റ്റ്ലി ആയിരുന്ന ആ സമയത്ത് ധനകാര്യമന്ത്രി. പുള്ളിക്കാനാണ് ഈ ടാക്സ് അബോളിഷ് ചെയ്യുന്നത്. ആൻഡ് വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്യാൻ കാരണം വെൽത്ത് ടാക്സ് കിട്ടുന്ന എമൗണ്ട് വാസ് മാർജിൻ എമൗണ്ട്, ചെറിയ എമൗണ്ട് കിട്ടുന്നത്. എന്നാൽ ആ ചെറിയ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് മെഷീനറി ഫോർ ദാറ്റ്. വലിയൊരു മെഷീനറി തന്നെ അതിന് വേണ്ടി മാറ്റി വെക്കണം. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിനെ അബോളിഷ് ചെയ്തു. കാരണം കോസ്റ്റ് എക്കണോമിക്കൽ അല്ല, അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ എക്കണോമിക്കൽ അല്ല. ഓക്കെ, ദിസ് ഈസ് canon of economy. And next term is tax avoidance. അതാണ് tax avoidance. So there are two terms. Tax evasion ഉണ്ട്, അതുപോലെ tax avoidance ഉണ്ട്. ഇതിൽ ടാക്സ് ഇവേഷൻ ആദ്യം പറയാം. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് എന്ത് ചെയ്യുക? ടാക്സ് കൊടുക്കാതിരിക്കും. അതായത് നികുതി വെട്ടിപ്പ് നടത്തുക. സോ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു 2 വർഷമായിട്ട് നമ്മുടെ കേരളത്തില് ഒരു വിവാദകരമായ ഒരു വാർത്തയുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ഗോൾഡ് സ്മഗ്ലിംഗ് കേസ്. സോ ഞാൻ ചോദിക്കുകയാണ്, വിദേശത്ത് നിന്ന് സ്വർണം കൊണ്ടുവരുന്നത് തെറ്റാണോ? Is it a crime to import gold from foreign country? No. അല്ല. എന്താ കുഴപ്പം? കൊണ്ടുവന്ന് വെച്ചല്ല. പക്ഷെ ഇഫ് വി ഫെയിൽ ടു പേ ടാക്സ്, ഇപ്പൊ നമ്മൾ എപ്പോഴും കാണുന്നതാണ് കരിപ്പൂര്, അതുപോലെ കരിപ്പൂരാണ് സ്ഥിരം, കരിപ്പൂര് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത്, ഇവിടെ എല്ലാം സ്ഥിരം നമ്മൾ കാണുന്നതാണ്. എന്ത്? സ്വർണം പിടിച്ചു, ഇത്ര കോടിയുടെ സ്വർണം പിടിച്ചു. നോക്കുവാണെങ്കിൽ സ്വർണം കൊണ്ടുവന്ന് വെച്ചൊന്നുമില്ല, നമുക്ക് കൊണ്ടുവരാം. സർക്കാർ പറയുന്ന നോംസ് പാലിച്ചുകൊണ്ട്, സർക്കാർ പറയുന്ന നികുതി കൊടുത്തുകൊണ്ട് വി ക്യാൻ ഇമ്പോർട്ട് ഗോൾഡ്. പക്ഷേ വി കനോട്ട് സ്മഗിൾ ഗോൾഡ്. നമ്മുടെ 20ാം നൂറ്റാണ്ടിനകത്ത് നമ്മുടെ സാഗർ ജാക്കി ചെയ്യുന്ന പോലെ സ്വർണം കടത്താൻ പറ്റത്തില്ല, അത് തെറ്റാണ്. സോ ഇതാണ് എന്ത്? ടാക്സ് ഇവേഷൻ. ഇഫ് എ പേഴ്സൺ ഈസ് സ്മഗ്ലിംഗ് ഐറ്റംസ്, കള്ളക്കടത്ത് നടത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ കള്ളക്കടത്ത്. എന്താ കള്ളക്കടത്ത് പറഞ്ഞാൽ? നികുതി വെട്ടിച്ചുകൊണ്ട് സാധനം കൊടുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്.
നികുതി വെട്ടിച്ചുകൊണ്ട്, നികുതി കൊടുക്കാതെ. കാരണം ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് മേലെ എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്? ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് കൊടുക്കാതെ ഒരു വ്യക്തി സാധനം കടത്തുകയാണെങ്കിൽ അതിനെന്ത് പറയാം? നമുക്ക് കടന്ന് പറയാം. അതുപോലെ സബ്മിറ്റിംഗ് ഫാൾസ് റിട്ടേൺസ്. ഇപ്പോ എനിക്ക് ഒരു വർഷം സപ്പോസ് 10 ലക്ഷം വരുമാനമുണ്ട്. പക്ഷെ ഞാൻ ഗവൺമെന്റ് പറയാണ്, സോറി സർക്കാർ, എന്റെ 10 ലക്ഷം ഇല്ല, എന്റെ 5 ലക്ഷം ഉള്ളെന്ന് പറയും. സോ ഐ ക്യാൻ സബ്മിറ്റ് ഫാൾസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്സ്. എന്റെ ഇൻകം ഞാൻ കാണിക്കേണ്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ തെറ്റായ ഇൻകം സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്ന അവസ്ഥ. അതെന്താണ്? ടാക്സ് ഇവേഷൻ ആണ്. കാരണം എന്താ? ഐ ആം നോട്ട് പേയിങ് ദ ടാക്സ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സർക്കാർ പറയുന്ന, നമ്മുടെ നിയമം പറയുന്ന രീതിയിലുള്ള ടാക്സ് ഞാൻ പേ ചെയ്യുന്നില്ല. സോ യു ക്യാൻ സേ ഇറ്റ് ഈസ് ദ ടാക്സ്, ഇറ്റ് ഈസ് റെഡ്യൂസിങ് ദ ടാക്സ് ലയബിലിറ്റി യൂസിങ് ഇല്ലീഗൽ മെഷേഴ്സ്. സോ ഇല്ലീഗൽ മെഷേഴ്സ് വഴി നികുതി കുറയ്ക്കുന്ന അവസ്ഥ, അതാണ് എന്ത്? ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ യൂസിങ് സ്വിസ് അക്കൗണ്ട്സ്, അറിയാമായിരിക്കുമല്ലോ, നമ്മൾ കാണുന്നതാണ്. സ്വിസ് ബാങ്കിൽ പൈസ നിക്ഷേപിക്കുക. സോ അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ, ഇപ്പോൾ ഇതാണ് സിനിമ നടന്മാര് പലരും ഉള്ളതാണ്. സിനിമക്കാര്, അല്ലെങ്കിൽ ബിസിനസ്സുകാര്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആൾക്കാര് എന്ത് ചെയ്യാം? സാധനം വിൽക്കുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് വൈറ്റഡ് കാണിക്കും, അതായത് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യും. കുറച്ച് എമൗണ്ട് ബ്ലാക്ക് ആയി ട്രാൻസ്ഫർ ചെയ്യും. കേട്ടുവേണമല്ലോ, ബ്ലാക്ക് മണി. സോ ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്തില്ല ഇവിടെ. ബ്ലാക്ക് മണി എന്ന് പറയുമ്പോൾ എന്താ? അൺറിപ്പോർട്ടഡ് മണിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിലോ ഒരു വ്യക്തിയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിലോ കാണപ്പെടാത്ത എമൗണ്ട് ആണെന്ത്? ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ. സോ ദിസ് മണി വിൽ നോട്ട് ബി റിപ്പോർട്ടഡ് എനിവെയർ. എവിടെയും ആ പൈസ കാണിക്കത്തില്ല. ഇത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കാണാതെ എവിടെയെങ്കിലും സ്വിസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ഈ പറഞ്ഞ നമ്മൾ കൺവെർട്ടത്തില്ലാതെ ഒളിഞ്ഞു കിടക്കും. അതാണ് ബ്ലാക്ക് മണി. ആൻഡ് യു ക്യാൻ സീ ഇതെല്ലാം എന്താ? ടാക്സ് ഇവേഷൻ മെഷേഴ്സ് ആണ്. ഓക്കെ, സോ ടാക്സ് ഇവേഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യക്തി ടാക്സ് ഇവേഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഗവൺമെന്റ് ക്യാൻ ടേക്ക് ആക്ഷൻസ്. അയാൾക്ക് നേരെ നടപടി ഗവൺമെന്റിന് എടുക്കാൻ കഴിയും ഇഫ് ദർ ഈസ് ടാക്സ് ഇവേഷൻ. നെക്സ്റ്റ് ആണ് ടാക്സ് അവോയ്ഡൻസ്. ഇവിടെ നോക്കുവാണെങ്കിൽ ടാക്സ് അവോയ്ഡൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എൻ ഇല്ലീഗൽ ആക്ട്. ഇതെന്തല്ല? ഒരു ഇല്ലീഗൽ ആക്ട് അല്ല. നമ്മുടെ ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ആണ്. എന്നാൽ ടാക്സ് അവോയ്ഡൻസ് എന്താണ്? ഒരു ഇല്ലീഗൽ ആക്ട് അല്ല, അതായത് ഒരു തെറ്റല്ല. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ ടാക്സ് ലോസിലുള്ള ലൂപ്പ് ഹോൾസ്, അതിലുള്ള ഷോർട്ട് കമ്മിങ്സ്, അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അയാൾ നികുതി ഭാരം കുറയ്ക്കുന്നു. സോ നമുക്കറിയാം, നമ്മുടെ ടാക്സ് ലോസ് പറയുമ്പോൾ ഇൻകം ടാക്സ് ലോ നമ്മുടെ ഗവൺമെന്റ് പാസ്സാക്കുന്നത് 1961 ആണ്. ഇത്ര കാലം പഴക്കമുള്ള നിയമമാണ്. ഈ നിയമത്തിൽ ധാരാളം പഴുതുകളുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. സോ ഈ ലൂപ്പ് ഹോൾസ് കൃത്യമായി ഒരു CA-കാരന്, ഒരു CA മീൻസ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അയാൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനികൾ, വ്യക്തികൾ അവരുടെ ടാക്സ് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അയാളുടെ ടാക്സ് ലയബിലിറ്റി അയാൾക്ക് കുറയ്ക്കാം. ആൻഡ് വി ക്യാൻ സീ ഇൻ ദിസ് ടാക്സ് അവോയ്ഡൻസ് ഹി ഈസ് നോട്ട് ഡൂയിങ് ആൻ ഇല്ലീഗൽ ആക്ട്. അയാൾ ഇല്ലീഗൽ ആക്ട് ഒന്നും ചെയ്യുന്നില്ല. നിയമം പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിയമത്തിലെ പോരായ്മകൾ കൃത്യമായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടാക്സിനകത്ത്, നമ്മുടെ ടാക്സ് ലോസിനകത്ത് ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് സം എക്സംഷൻസ് ഓർ റിബേറ്റ്സ്. സോ നമ്മുടെ ഗവൺമെന്റ് ജീവനക്കാർക്ക് അറിയാം, ഇൻകം ടാക്സിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്, 80C എന്നൊരു ഫോം ഉണ്ട്, അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ LIC, അതുപോലെ NPS, നാഷണൽ പെൻഷൻ സ്കീം, ഇതിലൊക്കെ PF-ലൊക്കെ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് എ ഡിഡക്ഷൻ ഓഫ് അപ് ടു 1.5 lakh. നമ്മുടെ ഇൻകം, നമുക്ക് കിട്ടിയ വരുമാനം 80C ഫോമിൽ പറഞ്ഞ മേഖലകളിൽ സേവ് ചെയ്യുകയാണെങ്കിൽ, പോസ്റ്റ് ഓഫീസ് സേവിങ്, PF, അതുപോലെ ഈ പറഞ്ഞ LIC, ഇതിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് യുവർ ടാക്സ് ലയബിലിറ്റി. നിങ്ങളുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കുറയ്ക്കാം. സോ ഇത് എന്താണ്? ടാക്സ് അവോയ്ഡൻസ് ആണ്. ടാക്സ് പ്ലാനിങ് സ്റ്റേജിൽ, നികുതി കൊടുക്കുന്ന ടാക്സ് പ്ലാനിങ് സ്റ്റേജിൽ ഒരു വ്യക്തി കൃത്യമായി ടാക്സ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ടാക്സ് അവോയ്ഡൻസ്. സോ ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്
കോർപ്പറേറ്റ്സ് ഒക്കെയാണ്, വലിയ കമ്പനികൾ, വലിയ വലിയ ഫേംസ്, ഇവരെന്ത് ചെയ്യും? കൃത്യമായിട്ട് ഈ പറഞ്ഞ ടാക്സ് ലോസിന്റെ ഇടകീറി പരിശോധിച്ച് അതിലെ പോരായ്മകളെല്ലാം കണ്ട് അതെന്ത് ചെയ്യുന്നു? മുതലാക്കി ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ലാഫർ കർവ്. ആർതർ ലാഫർ എന്ന ഒരു എക്കണോമിസ്റ്റ് ഡിവൈസ് ചെയ്ത ഒരു കർവാണ് ലാഫർ കർവ്. സോ ഈ കർവ് ഈസ് ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ടാക്സ് റവന്യൂ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ടാക്സ് റേറ്റ് ഇമ്പോസ് ബൈ ദ ഗവൺമെന്റ്. സർക്കാർ ചുമത്തുന്ന നികുതി ശതമാനം സർക്കാർ ലഭ്യ ചെയ്യുന്ന ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജും അതുപോലെ സർക്കാരിന് കിട്ടുന്ന ടാക്സ് റവന്യൂ തമ്മിലുള്ള റിലേഷൻ, അതാണ് ലാഫർ കർവിന്റെ പ്രത്യേകത. സോ ദിസ് കർവ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടാക്സ് റവന്യൂ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ടാക്സ് റേറ്റ് ഇമ്പോസ് ബൈ ദ ഗവൺമെന്റ്. ആൻഡ് ഹിയർ യു ക്യാൻ സി ഈ കർവിന്റെ ഷേപ്പ് പ്രത്യേകതയാണ്. ഷേപ്പ് ഈസ് ഇൻവേർട്ടഡ് യു ഷേപ്പ് കർവാണ്. സോ ദിസ് കർവ് ഈസ് ആൻ ഇൻവേർട്ടഡ് യു ഷേപ്പ് കർവാണ്. എന്താ പ്രത്യേകത? ഇനിഷ്യലി when the government is increasing tax rate, തുടക്കകാലത്ത് സർക്കാർ നികുതി ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ we can see there is increase in tax revenue also. So initially നമ്മുടെ ഗവൺമെന്റ് നികുതി ശതമാനം വർദ്ധിക്കുമ്പോൾ സർക്കാരിന്റെ വരുമാനം എന്ത് ചെയ്യും? വർദ്ധിക്കും. എന്നാൽ ഒരു പരിധി കഴിഞ്ഞ് after some time we can see this tax rate, so this tax revenue will begin to fall. So എന്താ പറഞ്ഞേ? തുടക്ക സമയത്ത് സർക്കാർ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്പോസ് 1%, 2%, 3%, 4%, 5%, പിന്നെ 10%, 20%, 30% കൂടുക. സോ തുടക്കകാലത്ത് ഇനിഷ്യലി സർക്കാർ എന്ത് ചെയ്യുന്നു? ടാക്സ് ഹൈക്ക് ചെയ്യുവാണ്, ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? ടാക്സ് കൂടുന്നതനുസരിച്ച് റവന്യൂ എന്ത് ചെയ്യുവാണ്? വർദ്ധിക്കുകയാണ്. റവന്യൂ ഇതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു പരിധി കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഈ റവന്യൂ താഴേക്ക് പോകുന്നു. നികുതി റേറ്റ് കൂട്ടുന്നുണ്ട്, റേറ്റ് ഈസ് ഇൻക്രീസിങ്, ദ റവന്യൂ ഓഫ് ഗവൺമെന്റ് ഈസ് ഫോളിങ്. ഇതാണ് ലാഫർ കർവ് പറയുന്നത്. നോക്കാം എന്തുകൊണ്ടായിരിക്കാം ഈ റവന്യൂ ഫോൾ ചെയ്യുന്നതെന്ന്. സോ ഭായി നിങ്ങൾക്ക് പറയാമോ എന്തായിരിക്കാം കാരണം? Can you say? എക്സാമ്പിൾ പറയാം. സോ എന്റെ വരുമാനം 10 രൂപയാന്ന് വെച്ചു, 100 രൂപയാണ്. ടാക്സ് അവോയ്ഡൻസ് അല്ല, അതിലേക്ക് വരാം. സോ എന്റെ വരുമാനം എത്രയാണ്? 100 രൂപയാണ്. 100 രൂപ എന്റെ വരുമാനം, വാർഷിക വരുമാനം. സോ ഗവൺമെന്റ് ആദ്യം പറഞ്ഞു, മോനെ എന്താ മോനെ 100 രൂപയ്ക്ക് എനിക്കില്ലേ, പക്ഷെ ടാക്സ് തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ തരാം, എത്ര ആവശ്യം വേണ്ടേ? അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു മോനെ 5% തരാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, 5% അല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ തരാം, 5% ടാക്സ് അല്ലേ, 100 രൂപ ഇൻകം ഉണ്ട്, സോ ഐ ക്യാൻ പേ 5 rupees ടാക്സ്. സോ അത് കഴിഞ്ഞിട്ട് അതെ ശരിയാണ്, വേണം പറഞ്ഞു ശരിയാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാണ് മോനെ വരുമാനം കുറച്ചുകൂടെ കൂട്ടിക്കൊള്ളുന്നുണ്ട്, ഞങ്ങൾക്ക് ടാക്സ് കൂട്ടിക്കോട്ടെ. കൂട്ടിക്കോ. അവരെന്ത് ചെയ്തു? ഗവൺമെന്റ് 10% ടാക്സ് കൂട്ടി. സോ 100 രൂപ വരുമാനമുള്ള ഞാൻ എത്ര കൊടുക്കണം? 10 രൂപ ടാക്സ് കൊടുക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നില്ല? നിർത്തുന്നില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്യുവാണ്? എന്റെ 100 രൂപ വരുമാനമാണ്, അത് മാറുന്നില്ല. ആൻഡ് ഇനിഷ്യലി 5% ആയിരുന്നു, ഞാൻ ഹാപ്പിലി പേ ചെയ്തു. പിന്നെ 10 ആയി, അപ്പം കുഴപ്പമില്ല. പിന്നെ 20 ആയി, 30 ആയി, 50 ആയി. 50 ആയപ്പോ ഓർത്ത് നോക്കുക, 100 രൂപ വരുമാനമുള്ള ഞാൻ എന്റെ ഇൻകത്തിന് 50% ഞാൻ എന്ത് ചെയ്യുവാണ്? സർക്കാരിന് പേ ചെയ്യുക. വിച്ച് മീൻസ് 50 രൂപ എന്റെ വരുമാനത്തിന്റെ പകുതി ഞാൻ എന്ത് ചെയ്യുന്നു? സർക്കാരിന് പേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സർക്കാർ കൂട്ടിക്കൂട്ടി 80% എന്ന് വെച്ചോ, എന്റെ വരുമാനത്തിന്റെ 80% ടാക്സ് ചെയ്യണം. ഒന്ന് ഓർത്ത് നോക്കണേ, 100 രൂപ വരുമാനമുള്ള ഞാൻ, വർഷം 100 രൂപയാണ് എന്റെ വരുമാനം, അതിൽ 80 രൂപ ഞാൻ എന്ത് ചെയ്യുവാന്നു? സർക്കാരിന് ടാക്സ് കൊടുക്കും. അതിലും ഭേദം ഞാൻ പണിക്ക് പോയിരിക്കുന്നതല്ലേ. ഈ 100 രൂപ കിട്ടിയത് അങ്ങനെ എനിക്ക് 100 രൂപ കിട്ടിയത് ഞാൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എല്ലുമുറിയെ പണിയെടുത്താണ്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് എനിക്ക് 100 രൂപ കിട്ടിയത്. ഈ 100 രൂപ ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതിന് മേജർ പോർഷൻ ആരാ എടുക്കുവാണ്? സർക്കാർ എടുക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഐ കനോട്ട് സ്പെൻഡ് ഇൻ ദ എക്കണോമി. എനിക്ക് എക്കണോമിയിൽ ചെലവാക്കാൻ കഴിയുന്നില്ല. ഐ കനോട്ട് ഡിസ്പോസ് ദാറ്റ് മണി.
എനിക്ക് ചെലവാക്കാൻ എന്റെ വരുമാനം സർക്കാർ അനുവദിക്കുന്നില്ല. സോ നോക്കുക, 100 രൂപ വരുമാനമുള്ള ഞാൻ 80% ടാക്സ് കൊടുക്കണമെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എനിക്ക് പണിക്ക് പോകാണ്ടിരിക്കാം. എന്തിനാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞാൻ ടാക്സ് അടയ്ക്കുന്നത്? നിർത്ത് നോക്കൂ, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. എന്തിന്? നികുതി കൊടുക്കാൻ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞാലാവത്തില്ലേ? സോ എന്ത് ചെയ്യാം? എനിക്ക് ജോലി എടുക്കാതിരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ഐ ക്യാൻ സബ്മിറ്റ് ഫാൾസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്സ്. എന്റെ വരുമാനം 100 എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഗവൺമെന്റ് പറയാണ്, അല്ലയോ ഗവൺമെന്റ്, എന്റെ കയ്യിൽ 100 രൂപ വരുമാനമില്ല, എന്റെ കയ്യിൽ 10 രൂപ വരുമാനമാണെന്ന് പറയുന്നു. സോ എന്ത് ചെയ്യും? ഐ വിൽ ഷോ അല്ലെങ്കിൽ ഐ വിൽ ഡു ഫോർജറി. എന്റെ അക്കൗണ്ട് ഞാൻ തിരിമറി കാണിക്കും, അല്ലെ എന്റെ ഇൻകത്ത് ഞാൻ തിരിമറി കാണിക്കും. സോ 100 രൂപ വരുമാനമുള്ള ഞാൻ എന്ത് കാണിക്കും? 10 രൂപ മാത്രമേ ഉള്ളെന്ന് കാണിക്കും. സോ 10 രൂപ ഇൻകം ഉള്ളെങ്കിൽ 80% ടാക്സ് കൊടുക്കാൻ പറയുമ്പോൾ എത്ര കൊടുത്താൽ മതി? ഞാൻ 8 രൂപ കൊടുത്താൽ മതി. സോ വി ക്യാൻ സി, whenever government is raising tax rate beyond a limit, ഒരു പരിധി കഴിഞ്ഞിട്ട് ഗവൺമെന്റ് പിന്നെയും ടാക്സ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ there will be tax evasion prevailing in the country. എന്ത് ചെയ്യും? ആൾക്കാർ ടാക്സ് ഇവേഡ് ചെയ്യാൻ തുടങ്ങും. ആൾക്കാർ ടാക്സ് അവോയ്ഡൻസ് അല്ല, ടാക്സ് അവോയ്ഡൻസ് അതല്ല മീൻ ചെയ്യുന്നത്, ടാക്സ് ഇവേഷൻ ആണ്. നികുതി വെട്ടിക്കുന്നു, തെറ്റായ വരുമാനം കാണിക്കുന്നു, തെറ്റായ ഇൻകം കാണിക്കുന്നു. സോ ടാക്സ് ഇവേഷൻ എന്ത് ചെയ്യും? ഈ ഒരു പീരീഡില് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദ പോയിന്റ് വേർ ദ ഗവൺമെന്റ് റിസീവ്സ് മാക്സിമം ടാക്സ് റവന്യൂ, ഏത് റേറ്റിലാണ് സർക്കാരിന് പരമാവധി വരുമാനം കിട്ടുന്നത് ആണ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. സോ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? ആ ഒരു പോയിന്റിലാണ് സർക്കാരിന് പരമാവധി വരുമാനം കിട്ടുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് 20%. സോ ആ ഒരു പോയിന്റ് വരെ സർക്കാരിന്റെ വരുമാനം എന്താ? കൂടിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ സർക്കാർ റവന്യൂ ബിഗാൻ ടു, സോ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇത്. ഓക്കെ, സോ ദിസ് ഈസ് ലാഫർ കർവ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ലാഫർ കർവ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒരു ടേം ആണ് ടാക്സ് എക്സ്പെൻഡിച്ചർ. സോ ക്യാൻ യു സേ, എന്താണ് ഇതിന്റെ മീനിങ് എന്ന് പറയാമോ? ടാക്സ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാമോ? ക്യാൻ എനിവൺ സേ? എന്തായിരിക്കാം ഈ ടേം കേട്ട് എന്ത് തോന്നുന്നു? The expenditure of tax income. ഇൻകം അത് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ടാക്സ് എക്സ്പെൻഡിച്ചർ. സാർ ഒന്ന് പറയാമോ? കേട്ടില്ല. ടാക്സ് ആയിട്ട് കിട്ടുന്ന ഇൻകമേ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ടാക്സ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതല്ല. ആ ടേം കേട്ടുമ്പോൾ എന്ത് തോന്നുന്നു? ടാക്സ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു? ടാക്സ് എക്സ്പെൻഡിച്ചർ. So if you hear this term, you may think that സർക്കാരിന് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി എടുത്ത ചെലവ് എന്ന് തോന്നാം. അല്ല തോന്നത്തുള്ളൂ. ഈ ടേം കേൾക്കുമ്പോൾ എന്ത് തോന്നും? The amount of money spent by the government for collecting tax എന്ന് തോന്നാം. കാരണം ആ ടേം അങ്ങനെ കിടക്കുന്നത്. ടാക്സ് എക്സ്പെൻഡിച്ചർ, the cost of money അല്ലെങ്കിൽ the cost involved for collecting tax എന്ന് തോന്നാം. But that is not the definition. അതല്ല definition. Actually, tax expenditure എന്ന് പറഞ്ഞാൽ it is the amount of revenue forgone by the government. Very good. സുന്ദരൻ പറഞ്ഞ പോലെ the amount of revenue forgone by the government due to various rebates or various exceptions given by the government. നമ്മുടെ സർക്കാർ കൊടുത്ത റിബേറ്റ്സ്, സർക്കാർ കൊടുക്കുന്ന നികുതി ഇളവുകൾ, സർക്കാർ കൊടുക്കുന്ന റിഡക്ഷൻസ്, ഇവയെല്ലാം വഴി എത്ര എമൗണ്ട് സർക്കാരിന് നഷ്ടമായി. സോ വി ക്യാൻ സി ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ ഫോർഗോൺ. ഫോർ എക്സാമ്പിൾ, 2019 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
കോർപ്പറേറ്റുകളുടെ ഇൻകം ടാക്സ് കുറച്ചു. 2019 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസങ്ങളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ, കമ്പനികളുടെ ആദായ നികുതി കുറച്ചിരുന്നു. സോ മുൻപ് അപ്രോക്സിമേറ്റ്ലി 30% നികുതി, അത് അപ്രോക്സിമേറ്റ്ലി 25% ആയിട്ട് ഗവൺമെന്റ് റെഡ്യൂസ് ചെയ്തു. ആൻഡ് യു ക്യാൻ സി, ഇങ്ങനെ റിഡക്ഷൻ ഉണ്ടായപ്പോൾ സർക്കാർ 30% നിന്ന് എഫക്റ്റീവ് റേറ്റ്, മൊത്തമുള്ള ഈ ടാക്സ് റേറ്റും ബേസ് റേറ്റ് മാത്രമല്ല, ടാക്സിനൊപ്പം വരുന്ന സെസ് ഒക്കെ ഉൾപ്പെടെ 30% നേരത്തെ നികുതി, അത് 25 റെഡ്യൂസ് ചെയ്യുമ്പോൾ വി ക്യാൻ സി സർക്കാരിന് നേരത്തെ ലഭിച്ചിരുന്ന വരുമാനത്തില് ഇടിവുണ്ടായി. സോ മുൻപ് 30% ആയിരുന്നപ്പോ സർക്കാരിന് 100 കോടി വരുമാനം കിട്ടുമെന്ന് വിചാരിക്കാം. ഇപ്പോ 25 ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ സപ്പോസ് സർക്കാരിന് കിട്ടുന്ന വരുമാനം 80 കോടി എന്ന് വിചാരിക്കാം. സോ മുൻപ് 30% നികുതി ചുമത്തിയിരുന്നപ്പോ 100 കോടി വരുമാനം ഗവൺമെന്റ് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോ 25% റെഡ്യൂസ് ചെയ്തപ്പോ ഈ വരുമാനം എത്രയായി? 80 കോടിയായിട്ട് കുറഞ്ഞു. സോ there is a gap. ആ ഗ്യാപ്പ് ആണെന്ത്? ടാക്സ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ ഫോർഗോൺ ബൈ ദ ഗവൺമെന്റ്. അതായത് സർക്കാർ കൊടുക്കുന്ന ഇളവുകൾ പ്രകാരം, സർക്കാർ കൊടുക്കുന്ന ടാക്സ് റിബേറ്റ്സ്, എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ്, ഇവയെല്ലാം വഴി എത്ര എമൗണ്ട് കിട്ടേണ്ടിയിരുന്ന, എത്ര എമൗണ്ട് സർക്കാരിന് നഷ്ടമായി, അതാണെന്ത്? ടാക്സ് എക്സ്പെൻഡിച്ചർ. സോ ഈ ഇളവ് കൊടുത്തില്ലായിരുന്നെങ്കിൽ എത്ര എമൗണ്ട് കൂടി അധികം ലഭിച്ചേനെ. സോ നോക്കുമ്പോ 80 കോടിയാണ് ഇപ്പോഴായത്. നേരത്തെ എത്രയാണ്? 100 കോടി. 20 കോടി can be called as tax expenditure. ഓക്കെ, സോ ഈ ടേം കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം, ടാക്സ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദ്യം വരാം പ്രിലിംസിന്. അപ്പൊ എന്ത് ചെയ്യാം? യു ഹാവ് ടു ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ ഫോർഗോൺ. അതാണ് എന്ത്? ടാക്സ് എക്സ്പെൻഡിച്ചർ എന്ന് അറിയാം. Okay, so that is about tax expenditure. Now we can see tax GDP ratio. Tax GDP ratio. എന്താണ്? സിംപ്ലി പറഞ്ഞാൽ it is the ratio of tax revenue to GDP of the country. നമ്മുടെ ഇന്ത്യയിലെ സർക്കാരിന്റെ ടാക്സ് റവന്യൂ, അതുപോലെ ഇന്ത്യയുടെ GDP, ആ റേഷ്യോ ആണെന്ത്? ടാക്സ് GDP റേഷ്യോ. ടാക്സ് റവന്യൂ ടു GDP, അതാണ് ടാക്സ് GDP റേഷ്യോ. സോ ഒരു കൺട്രിയില് ടാക്സ് GDP റേഷ്യോ ഇൻക്രീസ് എന്ന് വെച്ചോ, whenever there is an increase of tax GDP ratio, it indicates that ആ കൺട്രിയുടെ ടാക്സ് റവന്യൂ കൂടുന്നതാണ്. ഒന്നുകിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ടാക്സ് GDP റേഷ്യോ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എയ്തർ ടാക്സ് വർദ്ധിക്കണം അല്ലെങ്കിൽ GDP ഷ്രിങ്ക് ചെയ്യണം. സോ എയ്തർ ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ GDP ചുരുങ്ങണം. സോ നമ്മൾ പറഞ്ഞത് ഒരു കൺട്രിയില് ഹൈ ടാക്സ് GDP റേഷ്യോ ആണെങ്കിൽ ഇറ്റ് മേ ബി ഡ്യൂ ടു ഇൻക്രീസ്ഡ് ടാക്സ് റവന്യൂ ആയിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദ കേസിലും സർക്കാരിന്റെ നികുതി വർദ്ധിക്കുമ്പോഴാണ് ടാക്സ് GDP റേഷ്യോ എന്ത് ചെയ്യുന്നത്? GDP കുറയുമ്പോൾ ഉണ്ടാവാം, പക്ഷെ അത് റെയർ കേസ് ആണ്. നമ്മുടെ റെസിഷൻ ഉണ്ടാവണം. അൺലെസ് ആൻഡ് അണ്ടിൽ ദർ ഈസ് റെസിഷൻ. ഒരു കൺട്രിയില് സാമ്പത്തിക മാന്ദ്യം ഇല്ല എങ്കിൽ, ഒരു കൺട്രിയില് GDP ഷ്രിങ്ക് ചെയ്യുന്നില്ല എങ്കിൽ, ടാക്സ് GDP റേഷ്യോ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? സർക്കാരിന്റെ ടാക്സ് റവന്യൂ വർദ്ധിക്കുന്നതാണ് മീൻ ചെയ്യുന്നത്. സോ whenever there is increase in tax revenue, സർക്കാരിന്റെ റവന്യൂ വർദ്ധിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? There is increased government expenditure. സർക്കാർ വരുമാനം വർദ്ധിക്കുമ്പോൾ സർക്കാർ എന്ത് ചെയ്യാം? കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാം. സർക്കാർ മാർക്കറ്റിലേക്ക് പൈസ കൂടുതൽ സ്പെൻഡ് ചെയ്യാം. When government is spending more money, സർക്കാർ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ
ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ എത്തും. ഇപ്പൊ സർക്കാർ തന്നെ നമ്മൾ കണ്ടിരുന്നു, സാമൂഹ്യ പെൻഷൻ 1600 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. സപ്പോസ് ഈ പെൻഷൻ എമൗണ്ട് 2500 രൂപയായിട്ട് ഇൻക്രീസ് എന്ന് വെച്ചോ, 2500 രൂപയായിട്ട് ഈ പെൻഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. വിച്ച് മീൻസ് ഗവൺമെന്റ് ഈസ് സ്പെൻഡിങ് മോർ മണി. അതുപോലെ തന്നെ മോർ മണി ഈസ് റിസീവ്ഡ് ബൈ ദ പേഴ്സൺസ്. നമ്മുടെ ഇന്ത്യയിലെ ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ എത്തുകയാണ്. ഇത് മാത്രമല്ല, സർക്കാർ ഇപ്പോ ഒരു വികസന പ്രവർത്തനം നടത്തുന്നു, ഒരു റോഡ് പണിയുന്നു, ഒരു പാലം പണിയുന്നു. അപ്പോഴായാലും എന്താണ്, ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്തുകയാണ്. കാരണം സർക്കാർ പൈസ ചെലവാക്കുമ്പോൾ കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ലേബറേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു, തൊഴിലാളികളെ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ എന്താ പൈസ വരികയല്ലേ. സോ വെനെവർ ഗവൺമെന്റ് ഈസ് സ്പെൻഡിങ് മണി, സർക്കാർ വിപണിയിൽ പൈസ ചെലവാക്കുമ്പോൾ ആളുകളുടെ കയ്യിലേക്ക് വരുമാനം എത്തുകയാണ്, ആളുകളുടെ കയ്യിലേക്ക് ഇൻകം എത്തുകയാണ്. സോ ആളുകളുടെ കയ്യിൽ ഇൻകം എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യും, അവര് കൂടുതൽ സാധനങ്ങൾ കൺസ്യൂം ചെയ്യും. സോ കൂടുതൽ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ there will be increase in demand. അവിടെ ഡിമാൻഡ് എന്ത് ചെയ്യാം, വർദ്ധിക്കാം. അതേപോലെ തന്നെ ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ച് അവിടെ ഇൻവെസ്റ്റ്മെന്റും വർദ്ധിക്കാം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നതനുസരിച്ച് അവിടെ ഗ്രോത്തും ഉണ്ടാവാം. സോ ഗ്രോത്ത് ഉണ്ടാവുന്നതനുസരിച്ച് എന്തുണ്ടാവാം, there will be increased tax collection. കാരണം ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താ, ഗ്രോത്ത് എന്ന് പറയുമ്പോൾ there is increased production of goods എന്നർത്ഥം. അതല്ലോ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ഇവ കൂടുതൽ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം, അവ കൂടുതൽ കൺസ്യൂം ചെയ്യണം എന്നർത്ഥം. സോ കൂടുതൽ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് മേലെ വരുന്ന ടാക്സ് ഉണ്ടല്ലോ. ഇപ്പം 10 പാക്കറ്റ് ബിസ്ക്കറ്റിന് മൊത്തം ക്യുമുലേറ്റീവ് ആയിട്ട് 100 രൂപ ടാക്സ്. 1000 പാക്കറ്റ് ബിസ്ക്കറ്റ് സെല് ചെയ്യപ്പെടുമ്പോൾ അതിന് മേലെ ടാക്സ് എമൗണ്ട് കൂടും, ഇല്ലേ? സോ നേരത്തെ കൺട്രിയിൽ 10 പാക്കറ്റ് ബിസ്ക്കറ്റേ ഉള്ളൂ. ഈ പാക്കറ്റ് ബിസ്ക്കറ്റ് എണ്ണം 100 എണ്ണം ആകുമ്പോൾ ഈ 100 എണ്ണത്തിന് മേലെ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. സോ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യും, ടാക്സ് റവന്യൂ എന്ത് ചെയ്യും, വർദ്ധിക്കും. സോ ഒരു സൈക്കിൾ പോലാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ വിർച്വസ് സൈക്കിൾ പോലാണിത് ഈ പറഞ്ഞ ടാക്സ് GDP റേഷ്യോ. ഹിയർ യു ക്യാൻ സീ whenever there is high tax GDP ratio because of increased government revenue, സർക്കാരിന്റെ വരുമാന വർധന മൂലം ഉണ്ടാകുന്ന ടാക്സ് GDP റേഷ്യോ ആണെങ്കിൽ അതെന്താവാം, ഒരു പ്രൊഡക്റ്റീവായിട്ട് ഈ പറഞ്ഞ ഒരു വിർച്വസ് സൈക്കിളിലേക്ക് എക്കണോമിയെ നയിക്കാം. എങ്ങനെയൊക്കെ നമുക്ക് ടാക്സ് GDP റേഷ്യോ വർദ്ധിപ്പിക്കാം നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജി പറഞ്ഞാൽ വി ക്യാൻ ഇൻക്രീസ് ടാക്സ് റേറ്റ്സ് പ്രോഗ്രസീവ്ലി. അതായത് ഇൻകം ടാക്സ് പോലുള്ള ടാക്സുകൾ അതിൽ കാലാനുസൃതമായിട്ട് മാറ്റം വരുത്താം. ഉയർന്ന നികുതി റിച്ച് പോപ്പുലേഷനിൽ നിന്ന് കളക്ട് ചെയ്യാം. അതുപോലെ വി ക്യാൻ ഇൻക്രീസ് ടാക്സ് ബേസ്. സോ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യയില് 140 crore പോപ്പുലേഷൻ ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. അത് കൂടുതലുണ്ട്, 143, 145 ഒക്കെ പറയുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി 140 crore പോപ്പുലേഷൻ ഉണ്ട്. ഈ പോപ്പുലേഷനിൽ എത്ര കോടി ആളുകൾ ഇൻകം ടാക്സ് ഫയൽ എന്ന് പറയാൻ പറ്റുമോ? Can you say how much crore people are filing income tax in the country? ഗസ് ചെയ്യുമോ ഒന്ന്, എത്ര കോടി ആൾക്കാർ ഉണ്ടായിരിക്കുമെന്ന്? എത്ര കോടി ആൾക്കാർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടാവും? ഒരു റാൻഡം ഫിഗർ മതി, ശരിയാവണമെന്നില്ല. യു ക്യാൻ ഗസ്. പോട്ടെ, 20% ഉണ്ടാവുമോ? 20% കാണുമോ? 20%, 50% ഉണ്ടാവുമോ? 50%, 20%, ഞാൻ ഫിഗേഴ്സ് പറയാം. 50%, 20%, ലെസ് ദാൻ 10%. ഏതായിരിക്കും ആൻസർ? 20%, ലെസ് ദാൻ 10%, 50%. And D none of these. അതെ, ഏതാണ്? ഡി അല്ല, ഡി പറയണ്ട. ലെസ് ദാൻ 10 ആണ്. നോക്കുവാണെങ്കിൽ ഇന്ത്യയില് എത്ര ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ലെസ് ദാൻ 10 crore ആണ്. 10% അല്ല,
അച്ഛൻ 14 കോടിയാണ്, അത്രയും ഇല്ല. അതായത് 10 കോടി താഴെ ആൾക്കാർ മാത്രമാണ് എന്ത് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ 10 കോടി ആൾക്കാർ താഴെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പേ ചെയ്യണമെന്നില്ല, എല്ലാവരും എന്ത് ചെയ്യുന്നില്ല, ടാക്സ് പേ ചെയ്യണമെന്നില്ല. സോ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് വളരെ തുച്ഛമായ ആളുകളാണ്, വളരെ കുറച്ച് ആളുകളാണ്. ഇപ്പൊ ഗവൺമെന്റ് സർവൻസ് ഉണ്ട്, ഉയർന്ന വരുമാനമുള്ള പ്രൊഫഷണൽസ്, ഇവർ മാത്രമാണ് എന്ത് ടാക്സ് പേ ചെയ്യുന്നത്. സോ വി ക്യാൻ ചേഞ്ച് ദി ടാക്സ് സ്ട്രക്ചർ. അങ്ങനെ കൂടുതൽ ആളുകളെ ഈ പറഞ്ഞ ടാക്സ് ബേസിൽ കൊണ്ടുവരുന്നതിലേക്ക് നമുക്ക് സിസ്റ്റം റിവേഴ്സ് ചെയ്യാം. And also we can ensure tax compliance. സോ പലരും എന്താണ് നികുതി വെട്ടിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടർ ഏരിയ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ദൃശ്യം സിനിമ കണ്ടതാണോ നിങ്ങൾ? ദൃശ്യം മൂവി കണ്ടായിരിക്കുമല്ലോ, മോഹൻലാലിന്റെ ദൃശ്യം ഫസ്റ്റ് പാർട്ട്. ആൻഡ് ഇൻ ദാറ്റ് മൂവി യു ക്യാൻ സീ ആൻ എക്സാമ്പിൾ ഓഫ് ടാക്സ് ഇവേഷൻ. നിങ്ങൾക്ക് ആ സിനിമയ്ക്കകത്ത് ടാക്സ് ഇവേഷന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ക്യാൻ യു സേ ദാറ്റ് എക്സാമ്പിൾ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് എക്സാമ്പിൾ? ആ സിനിമയ്ക്കകത്ത് ഒരു സീനുണ്ട്, ആ സീനകത്ത് ടാക്സ് ഇവേഷന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ അത് കാണിക്കുന്നുണ്ട്. ആർക്കെങ്കിലും? യു ക്യാൻ സ്വിച്ച് ഓൺ ദ മൈക്ക് ആൻഡ് സേ, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം, ചാറ്റ് ചെയ്യാം. നല്ലൊരു സീനാണത്. കമന്റ് ചെയ്യും, അത് പറയും. സിനിമ ഉണ്ടാണല്ലേ, ഒന്നിക്കുള്ളിൽ വരുന്ന മിക്കവരും കണ്ടു കാണാം. മിക്കവരും ഒന്നിക്കുള്ളിൽ കണ്ട പടമായിരിക്കും ദൃശ്യം. അങ്ങനെ ഉണ്ടോ ഇവിടെ അകത്ത്? ചോദിക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ നമ്മുടെ തൊടുപുഴ ധ്യാനത്തിന് പോകുമല്ലോ, ധ്യാനത്തിന് പോകുമ്പോൾ അവരൊരു ധ്യാനത്തിന് പോകുന്ന സമയത്ത് ഒരു ഹോട്ടൽ റൂം എടുക്കാൻ പോകുന്നുണ്ട്, ഒരു ലോഡ്ജില്. അപ്പൊ ആ സമയത്ത് 2 ബുക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ. ആ ഹോട്ടൽ മാനേജർ പറയുന്നുണ്ട് 2 ബുക്ക്. ഹോട്ടൽ റൂമിന് GST ഉൾപ്പെടെ, ടാക്സ് ഉൾപ്പെടെ ഇത്ര എമൗണ്ട്. അപ്പൊ മോഹൻലാൽ പറയും, ജോലിയോട് പറയും, ഞാൻ നേരത്തെ റൂം എടുത്തിട്ടുണ്ട്, അന്ന് എനിക്ക് കുറഞ്ഞ വിലക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അയാൾ പറയും അന്ന് ബില്ലില്ലായിരുന്നിരിക്കും. സോ ബില്ലില്ലാത്തവർക്ക് ഒരു റൂം, ബില്ല് വേണ്ടവർക്ക് ഒരു റേറ്റ്. സോ ബില്ല് വേണ്ട എന്ന് പറയുമ്പോൾ എന്താ അത് മീൻ ചെയ്യുന്നത്? ഞാൻ ബില്ലില്ലാതെ ഒരു സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു റൂം എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ദിസ് ഹോട്ടൽ വിൽ നോട്ട് ഷോ ദിസ് ട്രാൻസാക്ഷൻ. അവർ കാണിക്കുന്നില്ല. ഈ റൂം കൊടുത്തതായിട്ട്, അല്ലെങ്കിൽ ഈ റൂം അവർ റെന്റ് ചെയ്തതായിട്ട് ആ ഹോട്ടൽ കാണിക്കുന്നില്ല. അൺബിൽഡ് ട്രാൻസാക്ഷൻ ആണ്. അൺബിൽഡ് എന്ന് പറയുമ്പോൾ അൺഅക്കൗണ്ടഡ് ആണ്. ഈ പറഞ്ഞ റൂം റെന്റ് എടുത്തതായിട്ട് അവിടെ കാണിക്കത്തില്ല. അൺബിൽഡ് ആണ്, അൺഅക്കൗണ്ടഡ് ആണ്. സോ ടാക്സ് ഇവേഷൻ എക്സാമ്പിൾ ആണ് ആ സിനിമയ്ക്കകത്ത് ആ സീന്. സോ അതിനകത്ത് 2 അക്കൗണ്ട് ബുക്ക് എന്ന് പറയുമ്പോൾ ബില്ല് വേണ്ടവർക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായ ടാക്സ് അടച്ച് കൃത്യമായ എമൗണ്ട് കാണിച്ചായിരിക്കും റൂം റെന്റ് ചെയ്യുന്നത്. ബില്ല് വേണ്ട എന്ന് പറയുമ്പോൾ ആ ടാക്സ് എമൗണ്ട് കുറച്ച് കാണിക്കും. ആ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പൊ എന്താ, കൺസ്യൂമർ ടാക്സ് കൊടുക്കണ്ട, അയാൾ ഹാപ്പിയായി. എന്താ, ടാക്സ് പേ ചെയ്യണ്ട. സോ കുറഞ്ഞ വിലക്കുള്ള റൂം അയാൾക്ക് മതി, ടാക്സ് കൊടുക്കണ്ടേ, ബില്ല് വേണ്ട അയാൾക്ക്. സോ എന്താ, ടാക്സ് ഇവേഷൻ എക്സാമ്പിൾ ആണ്. സോ ടാക്സ് ഇവേഷൻ അത് റെഡ്യൂസ് ചെയ്യാൻ മെഷേഴ്സ് എടുക്കുക. വി കൻ എൻഷുർ ടാക്സ് കംപ്ലൈൻസ്. എല്ലാവരും കൃത്യമായി ടാക്സ് അടയ്ക്കുന്നത് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്താം. സോ നമ്മുടെ തന്നെ സ്റ്റുഡൻസ്, എൻ്റെ തന്നെ കുറെ സ്റ്റുഡൻസ് GST ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർക്ക് ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇതുപോലെ ഈ ടാക്സ് കൃത്യമായി ഫയൽ ചെയ്യാത്ത ആൾക്കാര്, കമ്പനീസ്, അവിടേക്ക് എന്താ, ദേ യൂസ് ടു മേക്ക് വിസിറ്റ്. സോ അവർക്ക് മേലെ ഫൈൻ അടക്കമൊന്നുമല്ല, മറിച്ച് അവരൊന്ന് അവരെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ചിലയിടത്ത് ഫൈൻ അടക്കാറുണ്ട്, എന്നാൽ ചിലയിടത്ത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഈ നല്ല രീതിയിൽ ടാക്സ് പേ ചെയ്യണം, യു ഹാവ് ടു സബ്മിറ്റ് ദ റിട്ടേൺസ് ഓൺ ടൈം എന്ന് പറഞ്ഞ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ടാക്സ് കംപ്ലൈൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ അപ്പോയിന്റ് ദിസ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇങ്ങനെ പ്രൊഫഷണൽസിനെ എന്ത് ചെയ്യും, നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. ആൻഡ് മറ്റൊന്ന് വി ക്യാൻ സി GST ആണ് നമ്മുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം. പിന്നെ പറയാം എന്താ ഇൻഡയറക്ട് ടാക്സ് എന്ന്. നമ്മൾ പറഞ്ഞ GST, ചരക്ക് സേവന നികുതി. സോ ഈ ചരക്ക് സേവന നികുതിയിൽ റീസെന്റ് 6 വർഷത്തെ കഴിഞ്ഞു. 2017 വന്നതാണ്. 2021 ആയപ്പോൾ 6 years കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ GST. സോ GSTയിൽ ഇപ്പോഴും എന്താണ്, ദർ ആർ സം സ്ട്രഗിൾസ്. ഇപ്പോഴും ചില പോരായ്മകൾ നിൽപ്പുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ കേസിൽ നമ്മൾ കാണുന്നതാണ്, ചില ടാക്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് കാരണം നമ്മൾ
കൊടുക്കാത്തതുകൊണ്ടാണ്. ചില ഫയൽ നമ്മളൊക്കെ ചില ഡീറ്റെയിൽസ് കൊടുക്കാത്തതുകൊണ്ട് ചില ടാക്സിലുള്ള കിട്ടാനുണ്ട്. അതുപോലെ ഈ സ്ട്രക്ചറിനകത്ത് ചില പോരായ്മയുണ്ട്. ആൻഡ് സ്റ്റിൽ ദർ ആർ സം റിഫോംസ് ഗോയിങ് ഓൺ ഇൻ GST. ഇതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക. ഇതെല്ലാം വഴി എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാം. വി ക്യാൻ ഇൻക്രീസ് ദ ടാക്സ് GDP റേഷ്യോ. ഓക്കെ, സോ ദർ മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ടാക്സ് GDP റേഷ്യോ, ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ ടാക്സ് GDP റേഷ്യോ ഇൻ ഇന്ത്യ? സോ യു ക്യാൻ കോട്ട് ദീസ് പോയിന്റ്സ്. ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം? കോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ഏതൊക്കെയാണ്? There are mainly two types. ഒന്ന് direct tax, മറ്റൊന്ന് indirect tax. മലയാളത്തിൽ പറഞ്ഞാൽ പ്രത്യക്ഷ നികുതി, then പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി വെച്ചാൽ direct tax, പരോക്ഷ നികുതി പറഞ്ഞാൽ indirect tax. So first one, direct tax or പ്രത്യക്ഷ നികുതി. പേര് പോലെ തന്നെ in this type of tax, the taxpayer is directly paying the tax to the government. ഒരു നികുതിദായകൻ നേരിട്ട് തന്നെ സർക്കാരിലേക്ക് എന്ത് ചെയ്യുന്നു? ടാക്സ് പേ ചെയ്യുന്നു. ഇത് ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻകം ടാക്സ്. അപ്പൊ ഞാന് ഒരു വർഷം 10 ലക്ഷം രൂപ വരുമാനം ഏൺ ചെയ്യുക. 10 ലക്ഷം രൂപ വരുമാനം ഞാൻ ഏൺ ചെയ്യുമ്പോൾ ഐ ഹാവ് ടു പേ ഇൻകം ടാക്സ് ടു ദ ഗവൺമെന്റ്. ഞാൻ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. ആൻഡ് I have to pay this tax directly. ഞാൻ നേരിട്ടാണ് എന്ത്? ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ ചിലപ്പോൾ നേരിട്ട് ഫയൽ ചെയ്യത്തില്ല, വി മേ അപ്പോയിന്റ് സം പ്രൊഫഷണൽ. നമ്മുടെ ഒരു CA നെ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ പ്രൊഫഷണൽ ആണെങ്കിലും ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുക? നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുവാണ്. നമ്മൾ ചെയ്തതിന് പകരം നമുക്കറിയാം, നമ്മൾ അറിയാത്തതുകൊണ്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പേരിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് പുള്ളി ഇത് പേ ചെയ്യുന്നു. See, in the case of income tax, we are paying directly to the government. നമ്മൾ നേരിട്ടാണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. നേരെ മറിച്ച് there is indirect tax, അല്ലെങ്കിൽ പരോക്ഷ നികുതി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, സോ ഞാൻ എന്ത് ചെയ്തു? കടയിൽ പോയിട്ട് പാളി ബിസ്ക്കറ്റ് വാങ്ങിച്ചു. വാങ്ങുന്ന വേളയിൽ ഐ ആം പേയിങ് ടാക്സ് എമൗണ്ട് ആൾസോ. ഞാൻ 20 രൂപ കൊടുക്കുമ്പോൾ അതിനുള്ളില് ടാക്സ് എമൗണ്ടും ഉൾപ്പെടുന്നുണ്ട്. ഈ ടാക്സ് എമൗണ്ട് പക്ഷേ ഞാൻ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നില്ല. ഞാൻ നേരിട്ടില്ല, ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നില്ല. ആരടയ്ക്കുന്നേ? ഞാൻ 20 രൂപ കൊടുക്കുമ്പോ അതിലെ ടാക്സ് എന്നിൽ നിന്ന് വാങ്ങിച്ചിട്ട് കടക്കാരൻ, ആ ഷോപ്പ് കീപ്പർ ആണെന്ത്? ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. സോ വി ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, കൺസ്യൂമറിനും ഗവൺമെന്റിനും ഇടയിൽ ഒരു ഇടനിലക്കാരൻ കാണും, ഒരു ഇന്റർമീഡിയേറ്റർ കാണും. ആ ഇന്റർമീഡിയേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പ് കീപ്പർ ആയിരിക്കാം, ഒരു പ്രൊഡ്യൂസർ ആയിരിക്കാം, ഒരു മാനുഫാക്ചർ ആയിരിക്കും. സോ ഇതാണെന്ത്? ഇൻഡയറക്ട് ടാക്സ്. എക്സാമ്പിൾ നമ്മുടെ GST, ചരക്ക് സേവന നികുതി. സോ അതുപോലെ നമ്മൾ പറയുന്ന എക്സൈസ് ഡ്യൂട്ടി ഓൺ ആൽക്കഹോൾ, എക്സൈസ് ഡ്യൂട്ടി ഓൺ പെട്രോൾ, ഇതൊക്കെ എങ്ങനെയാണ്? നമ്മൾ എമൗണ്ട് ഫുൾ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കടക്കാരൻ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിലേക്ക് ടാക്സ്. അതാണ് എന്ത്? ഇൻഡയറക്ട് ടാക്സ്. ആൻഡ് നൗ യു ക്യാൻ സീ ടു ടേംസ്. ഒരു ടേം ആണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് പോയിന്റ് ഓഫ് ഇമ്പാക്ട്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൂ ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഓഫ് ഓർ ഓഫ് whom the burden of tax is ultimately felt. എവിടെയാണ് നികുതിയുടെ ഭാരം അവസാനമായി വരുന്നത്? അല്ലെങ്കിൽ ആർക്കാണ് ഈ നികുതിയുടെ ഭാരം അനുഭവിക്കേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ഫ്രം ഹൂസ് പോക്കറ്റ് ദിസ് ടാക്സ് എമൗണ്ട് ഈസ് ആക്ച്വലി പെയ്ഡ്? ആരുടെ പോക്കറ്റിൽ നിന്നാണ് ഈ ടാക്സ് എമൗണ്ട് യഥാർത്ഥത്തിൽ പോയത്? അല്ലെങ്കിൽ ഫ്രം ഹൂസ് ഹെഡ് ദ ടാക്സ് ലയബിലിറ്റി കനോട്ട് ബി ട്രാൻസ്ഫേർഡ്? നമുക്ക് ആരുടെ തലയിൽ നിന്നാണ് നികുതിയുടെ ലയബിലിറ്റി മാറ്റാൻ കഴിയാത്തത്? അതാണെന്ത്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇൻകം ടാക്സ്. ഞാനിപ്പോ 10 lakh rupees ഇൻകം ഏൺ ചെയ്തു.
ഞാൻ എന്ത് ചെയ്തു? ഗവൺമെന്റിലേക്ക് ടാക്സ് അടച്ചു. സോ ഞാൻ ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് ടു പേ ടാക്സ്. ഞാൻ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. അല്ലാതെ എന്റെ ടാക്സ് ബർഡൻ, എന്റെ നികുതിയുടെ ലയബിലിറ്റി എന്റെ അമ്മയിലേക്കോ അച്ഛനിലേക്കോ എന്റെ ഭാര്യയിലേക്കോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ കഴിയില്ല. അതുപോലെ അവരുടെ ടാക്സും അവരെന്ത് ചെയ്യണം? പേ ചെയ്യണം. എന്റെ ടാക്സ് ബർഡൻ, എന്റെ ലയബിലിറ്റി ഓഫ് പേയിങ് ടാക്സ് ഐ കനോട്ട് ട്രാൻസ്ഫർ ടു any other person. So burden of tax cannot be shifted in the case of direct tax. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് പോയിന്റ് ഓഫ് ഇമ്പാക്ട്. പോയിന്റ് ഓഫ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ എവിടെ വെച്ചാണ് നമ്മുടെ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത്? അതാണെന്ത്? പോയിന്റ് ഓഫ് ഇമ്പാക്ട്. സോ ഇൻ ദ കേസ് ഓഫ് ഇൻകം ടാക്സ് നോക്കുകയാണെങ്കിൽ പോയിന്റ് ഓഫ് ഇമ്പാക്ട് ആരാ? ഞാനാണ്. കാരണം എന്റെ അടുത്ത് നിന്നാണ് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആരാ? ഞാനാണ്. കാരണം എന്താ? എന്റെ പക്കൽ നിന്നാണ് ടാക്സിന്റെ എമൗണ്ട് ആക്ച്വലി പോയത്. അല്ലെങ്കിൽ ഫ്രം മൈ പോക്കറ്റ് ദ ടാക്സ് ഈസ് പെയ്ഡ്. അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് ദ അൾട്ടിമേറ്റ് ടാക്സ് ബർഡൻ. അൾട്ടിമേറ്റ് ടാക്സ് ബർഡൻ ഞാനാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐ ആം ഗെറ്റിംഗ് വേഴ്സ് ഓഫ്. ഐ ആം ഗെറ്റിംഗ് വേഴ്സ് ഓഫ് ആഫ്റ്റർ paying tax. So in the case of direct tax, point of incidence, point of impact falls on the same person. ഒരേ വ്യക്തിയിലായിരിക്കും പോയിന്റ് ഓഫ് ഇൻസിഡൻസും പോയിന്റ് ഓഫ് ഇമ്പാക്റ്റും ഫോളോ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി ദ എക്സാമ്പിൾ ഓഫ് ഡയറക്ട് ടാക്സ്. നമ്മൾ ബ്രീഫ് ആയിട്ടൊന്ന് പറയും, പിന്നീട് നോട്ട് ചെയ്തോളാം. യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്, dividend distribution tax, capital gain tax, securities transaction tax, banking cash transaction tax, wealth tax, estate duty, fringe benefit, gift. These are few examples of direct tax. And these are the taxes which are where collected by the central government. വേറെ പറയാൻ കാരണം ഇത് ചില ടാക്സുകൾ ഇപ്പോഴും ഉണ്ട്, ചില ടാക്സുകൾ ഇപ്പോഴില്ല. ഫോർ എക്സാമ്പിൾ, ദോസ് ടാക്സസ് വിച്ച് ആർ മാർക്ഡ് ഇൻ റെഡ് കളർ, DDT, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, 2020 അബോളിഷ് ചെയ്തു. അതുപോലെ ബാങ്കിങ് ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ് 2009 അബോളിഷ് ചെയ്തു. വെൽത്ത് ടാക്സ് 50 അബോളിഷ് ചെയ്തു. എസ്റ്റേറ്റ് ഡ്യൂട്ടി 1985 അബോളിഷ് ചെയ്തു. ദെൻ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് 2009 അബോളിഷ് ചെയ്തു. ഗിഫ്റ്റ് ടാക്സ് 1998 അബോളിഷ് ചെയ്തു. സോ കറന്റ്ലി റെഡ് കളർ ടാക്സുകൾ ഇപ്പോൾ ഇല്ല. ഇതെല്ലാം എന്താണ്? ഡയറക്ട് ടാക്സ് ആണ്. ആൻഡ് ദീസ് ആർ ഓർ വേർ ദ ടാക്സസ് വിച്ച് ആർ കളക്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാക്സ് ആണ് ഈ പറഞ്ഞ ടാക്സുകൾ. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, മാറ്റ് ഓർ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്, DDT ഓർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, ബാങ്കിങ് ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ്, എക്സെട്ര. ആൻഡ് ഇത് കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് എന്തുണ്ട്? ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, ഡയറക്ട് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാൻഡ് ടാക്സ്, ലാൻഡ് റവന്യൂ അറിയായിരിക്കുമല്ലോ. നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയി അടയ്ക്കുന്ന ഭൂനികുതി. സോ നോക്കുക, ഭൂനികുതി അടയ്ക്കുന്ന എവിടെയാണ്? വില്ലേജ് ഓഫീസിലാണ്. എന്നാൽ കെട്ടിട നികുതി ആണെങ്കിലോ വീട്ടുകാർ അടയ്ക്കുന്ന എവിടെയാണ്? വീട്ടുകാർ അടയ്ക്കുന്നത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണ്, അല്ലെ? സോ ഡിഫറൻസ്. ഈ പറഞ്ഞ വില്ലേജ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓർ ഇറ്റ് ഈസ് എ ബോഡി അണ്ടർ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ കേരള സർക്കാരിന്റെ റവന്യൂ വകുപ്പിന് കീഴിൽ വരുന്നതാണെന്ത്? ഈ പറഞ്ഞ വില്ലേജ് ഓഫീസർ. സോ വില്ലേജ് ഓഫീസറാണ് എന്ത് അടയ്ക്കുന്നത്? നമ്മള് ഭൂനികുതി അടയ്ക്കുന്നത്. സോ സംസ്ഥാന ഗവൺമെന്റ് ആണ് ലാൻഡ് റവന്യൂ ഓർ ഭൂനികുതി കളക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ കെട്ടിട നികുതി ആണെങ്കിൽ കളക്ട് ചെയ്യുന്ന ആരാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ യു ക്യാൻ സി റോഡ് ടാക്സ് ഓർ മോട്ടോർ വെഹിക്കിൾ ടാക്സ്. ആരായിരിക്കുമല്ലോ നിങ്ങൾ പറയുന്ന റോഡ് ടാക്സ്. ഒരു പുതിയ കാർ എടുക്കുന്നു, ഒരു പുതിയ വെഹിക്കിൾ എടുക്കുന്നു, വി ആർ സപ്പോസ് ടു പേ ടാക്സ്. 15 ഇയേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? യു ഹാവ് ടു പേ ടാക്സ് ഓൺ ഇയർലി ബേസിസ്. സോ മോട്ടോർ വെഹിക്കിൾ ടാക്സ്, it is a tax, direct tax collected by the state government ആണ്. And also agricultural income tax, agricultural income tax.
ആൻഡ് നമ്മുടെ ഇന്ത്യയില് ഷെഡ്യൂൾ 7 ആസ് പെർ ഷെഡ്യൂൾ 7 കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലകളെ ഡിഫറെന്റ് ലിസ്റ്റായിട്ട് തരംതിരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ദെൻ കൺകറൻ ലിസ്റ്റ്. അറിയായിരിക്കുമല്ലോ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദോസ് ഏരിയാസ് ഇൻ വിച്ച് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ മേക്ക് ടാക്സ് ലോസ്. സോ കേന്ദ്ര ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലകൾ, കേന്ദ്ര ഗവൺമെന്റിന് ടാക്സ് കഴിയുന്ന മേഖലകൾ, അതാണ് യൂണിയൻ ലിസ്റ്റ് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദോസ് ഏരിയാസ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓർ ലെവി ടാക്സ്. സംസ്ഥാന ഗവൺമെന്റിന് ടാക്സ് ചുമത്താൻ കഴിയുന്ന ഏരിയ, സംസ്ഥാന ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന ഏരിയ, അതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് കൺകറൻ എന്ന് പറയുമ്പോൾ എന്താ, ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ മേക്ക് ലോസ്. സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും എന്ത് ചെയ്യാം, നിയമം ഉണ്ടാക്കാം. എന്നാൽ മോസ്റ്റ് ഓഫ് ദ കേസിലും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമം എന്ത് ചെയ്യും, സംസ്ഥാന നിയമത്തിനെ മറികടക്കും. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമം സംസ്ഥാന ഗവൺമെന്റുകളെക്കാളും മുന്നിട്ട് നിൽക്കും. എന്നാൽ ഒരു കേസിൽ, ഒറ്റ കേസിൽ മാത്രം സംസ്ഥാന ഗവൺമെന്റ് കൺകറൻ ലിസ്റ്റ് ഉണ്ടാക്കുന്ന നിയമം കേന്ദ്ര നിയമത്തിനേക്കാൾ മുന്നിട്ട് നിൽക്കും. ക്യാൻ യു സേ എപ്പോഴാണെന്ന് പറയാമോ? എപ്പോഴാണ് കൺകറൻ ലിസ്റ്റിലുള്ള ഒരു നിയമം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കേന്ദ്ര ഗവയെ ഓവർറൈഡ് ചെയ്യുന്നത്? എപ്പോഴാണെന്ന് പറയാമോ? ഒറ്റ കേസേ ഉള്ളൂ. ആ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് കൺകറൻ ലിസ്റ്റിലുള്ള ഒരു ഐറ്റത്തിന് മേലെ നിയമം ഉണ്ടാക്കുന്നു. ആ നിയമം ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്നു. ആ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു, ഈ നിയമത്തിന് അസന്റ് കൊടുക്കുന്നു, സമ്മതം കൊടുക്കുന്നു. എങ്കിൽ ആ സംസ്ഥാനത്തിന് മാത്രം ആ സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കിയ നിയമമായിരിക്കും കേന്ദ്ര നിയമത്തെ ഓവർറൈഡ് ചെയ്യുന്നത്. So we can see only in this situation the state government law passed by the state can override the law passed by the center in the concurrent list. അല്ലാത്ത പക്ഷം സംസ്ഥാന ഗവൺമെന്റ് നിയമത്തിനെ ഒരു കേന്ദ്ര നിയമം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓവർറൈഡ് ചെയ്യാൻ എഴുതുന്നതാണ്. ഇൻ ദ കേസ് ഓഫ് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ. ആൻഡ് ഈ പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്ന ഒരു ഐറ്റമാണ് അഗ്രികൾച്ചർ. കാർഷിക മേഖല എവിടെ വരുന്നതാണ്? നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ടാക്സ് ചെയ്യാൻ അധികാരം ആർക്കാ ഉള്ളത്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. സോ സംസ്ഥാന ഗവൺമെന്റ് only can levy അഗ്രികൾച്ചർ ഇൻകം ടാക്സ്. നിലവിൽ ടാക്സ് ഇല്ല. നമ്മുടെ കേരളം പറയുമ്പോൾ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, നിലവിൽ ഈ ടാക്സ് കളക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്താ, there is a provision for collecting agricultural income tax എന്ന് അറിഞ്ഞിരിക്കാം. ആൻഡ് റിഗാർഡിംഗ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഒരു ടാക്സ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോപ്പർട്ടി ടാക്സ്, നമ്മുടെ കെട്ടിട നികുതി, വീട്ടുകരം. മറ്റൊന്നാണ് പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ വർക്ക് ചെയ്യുന്ന വ്യക്തി ഇൻകം ടാക്സ് കൂടാതെ അയാൾ എല്ലാ വർഷവും അടയ്ക്കേണ്ട നികുതിയാണ് പ്രൊഫഷണൽ ടാക്സ് ടു മുനിസിപ്പാലിറ്റി. ഈ പറഞ്ഞ കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തിലേക്കും അയാൾ അടയ്ക്കേണ്ട നികുതിയാണ് പ്രൊഫഷണൽ ടാക്സ്. സോ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ഇൻകം ടാക്സ് കൂടാതെ ആ ലൊക്കാലിറ്റിയിലുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ അടയ്ക്കേണ്ട ടാക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സെക്രട്ടറി എടുക്കുക, ട്രിവാൻഡ്രം ആണ് സെക്രട്ടറി ഇരിക്കുന്നത്. സോ ട്രിവാൻഡ്രം സെക്രട്ടറിയേറ്റ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ എടുത്തായിരിക്കുന്നത്. സോ ട്രിവാൻഡ്രം സെക്രട്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? കോർപ്പറേഷനിൽ എല്ലാ വർഷവും പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യണം. സോ യു ക്യാൻ സി, ഈ പറഞ്ഞ പ്രൊഫഷണൽ ടാക്സിന്റെ കേസിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു അവിടെയാണ് എന്ത് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലാണ് അടയ്ക്കേണ്ടത്, അല്ല എന്റെ വീടിന് സ്ഥലമല്ല. പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കേണ്ടത് വേർ ദ പേഴ്സൺ ഈസ് വർക്കിംഗ്, ആ ഏരിയയിലാണ് എന്ത് അയാളെ ടാക്സ് അടയ്ക്കുന്നത്. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം എവിടെ നിൽക്കുന്നോ ആ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് പ്രൊഫഷണൽ ടാക്സ്. ആൻഡ് യു ക്യാൻ സി, പരമാവധി വരുന്നത് പ്രൊഫഷണൽ ടാക്സിന് പരമാവധി വരുന്നത് 2500 രൂപയാണ് പരമാവധി. ആൻഡ് റീസെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഈ പ്രൊഫഷണൽ ടാക്സ് ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് പണ്ടുള്ള എമൗണ്ട് ആണ്, ദിസ് എമൗണ്ട് പണ്ട് നിർണ്ണയിച്ചതാണ്. ആൻഡ് റീസെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് ഹാസ് സജസ്റ്റഡ്
ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദിസ് ടാക്സ് എമൗണ്ട്. കാരണം നമ്മുടെ ഇൻകം ഇപ്പൊ ലിമിറ്റ് കഴിഞ്ഞാൽ എനിക്കത് 15,000 തോന്നുന്നു. 15,000 ലിമിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ എമൗണ്ട് കൊടുക്കുന്നത്. 15,000 ആണോ 20,000 ആണോ? സോ ലിമിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് സെയിമാ, 2,500. അതെന്ന് പറയുമ്പോൾ 1 ലക്ഷം ഉള്ള ആളും 30,000 ഇൻകം ഉള്ള ആളും 2,500 അടയ്ക്കണം. അത് ഡിസ്പാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പ്രൊഫഷണൽ ടാക്സ് ഉയർന്ന ഇൻകം ഉള്ള ആളുകളിൽ നിന്ന് അത് ഹൈക്ക് ചെയ്യണം എന്നൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ആയിട്ടില്ല, പ്രപ്പോസൽ മാത്രമേ ഉള്ളൂ, അത് നിയമമൊന്നും ആയിട്ടില്ല, പ്രപ്പോസൽ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോപ്പർട്ടി ടാക്സ്. നമ്മുടെ വീടിന്റെ ആണ് കേട്ടോ, നമ്മുടെ വീട്ടുകാരമാണ്. യു ക്യാൻ സി പ്രോപ്പർട്ടി ടാക്സ്, പന്തളം മുനിസിപ്പാലിറ്റി. കണ്ടോ, പന്തളം മുനിസിപ്പാലിറ്റിയിലാണ് ഇത് പേ ചെയ്യുന്നത്, പ്രോപ്പർട്ടി ടാക്സ്. യു ക്യാൻ സി. ആൻഡ് നെക്സ്റ്റ് യു ക്യാൻ സി ലാൻഡ് ടാക്സ് ഓർ ഭൂനികുതി. അതൊക്കെ എവിടെ നോക്കിയേ, വില്ലേജിലാണ്. വില്ലേജ് കണ്ടോ, വില്ലേജ് പന്തളം, കേരള സർക്കാർ. സോ സംസ്ഥാന ഗവൺമെന്റ് ആണെന്ത് ലാൻഡ് റവന്യൂ ലഭ്യ ചെയ്യുന്നത്. അനുസരിച്ച് ഇവിടെ അടിസ്ഥാന ഭൂനികുതി കണ്ടോ, അടിസ്ഥാന ഭൂനികുതി പറഞ്ഞിട്ട് നമുക്ക് കാണാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡയറക്ട് ടാക്സ്. നെക്സ്റ്റ് ഈസ് ഇൻഡയറക്ട് ടാക്സ്, പരോക്ഷ നികുതി. സോ പരോക്ഷ നികുതി പറയുമ്പോൾ എന്തായിരുന്നു, കൺസ്യൂമറിനും അല്ലെങ്കിൽ ടാക്സ് പേയറിനും ടാക്സ് റിസീവറിനും ഇടയിൽ ഒരു ഇടനിലക്കാരനുണ്ട്, അതാണ് ഇൻഡയറക്ട് ടാക്സ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് വി ക്യാൻ സി ദ പോയിന്റ് ഓഫ് ഇമ്പാക്ട്. അതായത് എവിടെ നിന്നാണ് സർക്കാർ ടാക്സ് കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോപ്പ് കീപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ മാനുഫാക്ചർ ആയിരിക്കും. ആൻഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ആർക്കാണ് നികുതിയുടെ ഭാരം ശരിയായി ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ആരുടെ പോക്കറ്റിൽ നിന്നാണ് ടാക്സ് എമൗണ്ട് പോയത്, അല്ലെങ്കിൽ ഓൺ ഹൂസ് ഹെഡ് ദ ടാക്സ് ബർഡൻ ഈസ് ആക്ച്വലി സിറ്റുവേറ്റഡ് എന്ന് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ കൺസ്യൂമർ ആണ്, ഇറ്റ് ഈസ് ദ ടാക്സ് പേയർ ആണ്. സോ ആരാണോ ഈ പറഞ്ഞ വസ്തു വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉൽപ്പന്നം വാങ്ങിച്ചത്, ആ ഉപഭോക്താവായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ടാക്സ് കൊടുക്കുന്നത്. നമ്മളൊന്ന് കണ്ടില്ലേ, പാളിജ് ബിസ്ക്കറ്റ് ഞാൻ വാങ്ങിച്ചപ്പോ 20 rupees ഞാൻ പേ ചെയ്യുകയാണ്, ഇൻക്ലൂഡിങ് ടാക്സ്. അതിൽ 1 രൂപ എന്താ ടാക്സ് ആണല്ലോ. സോ ഞാൻ 20 രൂപയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ കടക്കാരൻ എന്ത് ചെയ്യും, എന്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ടാണ് കടക്കാരൻ ടാക്സ് പേ ചെയ്യുന്നത്, ഗവൺമെന്റ്. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, കടക്കാരൻ അയാളുടെ പോലെ നിൽക്കുന്നില്ല, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് എന്ത് അയാൾ പേ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ദ പോയിന്റ് ഓഫ് ഇമ്പാക്ട്, പോയിന്റ് ഓഫ് ഇൻസിഡൻസ് രണ്ടും വ്യക്തിക്കായിരിക്കും. ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കച്ചവടക്കാരൻ, കാരണം എന്താ, അവിടെ നിന്നാണ് ഗവൺമെന്റിലേക്ക് ടാക്സ് പോകുന്നത്. ഇൻസിഡൻസ് പറയുമ്പോൾ നമ്മുടെ കൺസ്യൂമർ, അല്ലെങ്കിൽ ആരാണോ സാധനം വാങ്ങിച്ചത്. കാരണം എന്താ, അയാളുടെ കയ്യിൽ നിന്നാണ്, അയാളുടെ പോക്കറ്റിൽ നിന്നാണ് എന്ത് ടാക്സ് എമൗണ്ട് പോയത്. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, ടാക്സ് ബർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ്. എന്ത് ചെയ്യാം, ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം പാളി ബിസ്ക്കറ്റ് വാങ്ങിച്ചു, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ സെയിം ബിസ്ക്കറ്റ് വിത്തൗട്ട് പൊട്ടിക്കാതെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ അബ്ദുൽ സാറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നന്ദുമോൻ സാറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അരുൺ സാറിന് കൊടുക്കുന്നു. സോ എന്താ, അവരെനിക്ക് പൈസ തരുന്നു. നോക്കുമ്പോ എന്താ, ഞാൻ ഷോപ്പ് കീപ്പറിന്റെ കയ്യിൽ നിന്ന് വിഷ്ണു വാങ്ങിച്ചു, അവിടെ നിന്ന് ഈ ബിസ്ക്കറ്റ് ഞാൻ സപ്പോസ് നന്ദകുമാർ സാറിന് കൊടുക്കുകയാണ്. സോ സാർ എന്ത് ചെയ്തു, എനിക്ക് 20 രൂപ കൊടുത്തു, 20 രൂപ തന്നു. ആൻഡ് നോക്കുമ്പോ ഈ 20 രൂപയ്ക്ക് എന്തുണ്ട്, 1 രൂപ ടാക്സ് ഉണ്ട്. സോ ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോൾ ഫസ്റ്റ് കൺസ്യൂമർ ആരായിരുന്നു, ഞാനായിരുന്നു. ആദ്യം എന്റെ നിലയിലായിരുന്നു ഈ ടാക്സ് ബർഡൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സാധനം ഞാൻ നന്ദകുമാർ സാറിന് കൊടുത്തപ്പോ എന്ത് പറ്റി, എന്റെ തലയിലുണ്ടായിരുന്ന ടാക്സ് ബർഡൻ സാറിന്റെ തലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദ ടാക്സ് ബർഡൻ ഈസ് ഷിഫ്റ്റഡ് ഫ്രം മൈ ഹെഡ് ടു സാർസ് ഹെഡ്, സാറിന്റെ ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ സാറിന്റെ പക്കലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം സാറിന്റെ പോക്കറ്റിൽ നിന്നാണ് എന്ത്, സാറിന്റെ പേഴ്സൺ ആണ്, അല്ലെ സാറിന്റെ പോക്കറ്റിൽ നിന്നാണ് 1 രൂപ ടാക്സ് പോയത്. സോ ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് വി ക്യാൻ സി ടാക്സ് ബർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് എന്ന് അറിഞ്ഞിരിക്കാം. ടാക്സ് ബർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം one person to another person. അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ഇമ്പാക്റ്റും പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഒരു വ്യക്തി ആയിരിക്കില്ല, മറിച്ച് ഡിഫറെന്റ് വ്യക്തി ആയിരിക്കും വരുന്നത്. കടക്കാരൻ പോയിന്റ് ഓഫ് ഇമ്പാക്ട്, ഇമ്പാക്ട് എന്ന് വെച്ചാൽ എന്താ, എവിടെ നിന്നാണോ സർക്കാർ നികുതി കളക്ട് ചെയ്യുന്നത്. ഇൻസിഡൻസ് പറഞ്ഞാൽ ഹൂ ഈസ് ഗെറ്റിംഗ്,
worse off after paying. So that is indirect tax. So example പറയുമ്പോൾ we can see നമ്മുടെ GST, നമ്മുടെ സെയിൽസ് ടാക്സ്, കൊണ്ടുണ്ടായിരുന്ന സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ വാറ്റ്, വാല്യുവൽ ടാക്സ്, ഇതെല്ലാം എന്താണ് ഇൻഡയറക്ട് ടാക്സിന്റെ എക്സാമ്പിൾ ആണ്. ആൻഡ് we will discuss ad valorem and specific duty in the next class. Okay, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. Now it's 9. We can discuss the specific duty. Okay. Okay ആണോ? Any doubt on the portion till now? ഇതുവരെ പഠിപ്പിച്ച പോർഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താ സംശയം? ഓക്കെ ആണ്? ഓക്കെ. സോ നമുക്ക് എന്നാ സെഷൻ എൻഡ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ ടൈം ടേബിൾ ഞാൻ നാളെ വൈകിട്ടിടാം. ഓക്കെ, നാളെ വൈകിട്ടിടാം. നെക്സ്റ്റ് വീക്ക് ടൈം ടേബിൾ എന്തൊക്കെ ക്ലാസ് ഉണ്ടാകുന്നുള്ളത് നാളെ വൈകിട്ടിടാം. ആൻഡ് അതുപോലെ അടുത്ത ആഴ്ച അഭ്യാസ് 3 ഉണ്ട്. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ഓൾസോ. നോട്ട് ഞാൻ നോട്ട് നോക്കട്ടെ, ഇന്ന് പറ്റുമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നാളെ വൈകിട്ടത്തേക്ക് നോട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഐ വിൽ അപ്ഡേറ്റ് ദ നോട്ട് either by today or tomorrow. എനിക്കൊരു ക്ലാസ് ഉണ്ട് നാളെ, അതിനൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട് കുറച്ച്. അതുകൊണ്ടാണ് ഒന്നുകിൽ ഞാൻ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളത്തേക്ക് എന്നാ സെഷൻ എൻഡ് ചെയ്യാം. shall I end the session? Okay, bye and happy Sunday. നാളെ എല്ലാവരും അടിച്ചു പൊളിക്കുക. അവധിയല്ലേ, സിനിമയ്ക്കൊന്ന് പോയി ഒന്ന് എൻജോയ് ഒക്കെ ചെയ്യുക, പിന്നെ പഠിക്കുക. ശരിയല്ല? ആൻഡ് നാളെ അതുപോലെ മെന്റർഷിപ്പ് ഉള്ളവരുണ്ട്, നാളെ തയ്യാറായിരിക്കുക. ഞാൻ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്, ആ ടൈമിൽ തയ്യാറായിരിക്കുക. ഓക്കെ.